നിങ്ങളുടെ 10ാം മന്ത്രം കഴിഞ്ഞ് ഇനി 11ാം മന്ത്രത്തിലേക്ക് കയറുകയാണ്. 37ാമത്തെ പേജിൽ. ഈ 10ന് പ്രത്യേകിച്ച് ടീക്ക ഇല്ലായിരുന്നു അല്ലെ? 9, 10, 11 ഒന്നിച്ചെഴുതിയതാണ് ടീക്ക. 9നോട് കൂടി തീർന്നു. 10നും 11 ഇവിടെ ടീക്കയൊന്നുമില്ല. ഇതുവരെ എന്താ പ്രസംഗമുള്ളത്? വിദ്യാവിദ്യ ഇവയെ ഓരോന്നിനെയും നിഷേധിച്ചു. കേവലമായിരിക്കുന്ന വിദ്യയും പാടില്ല, കേവലമായിരിക്കുന്ന അവിദ്യയും പാടില്ല. അതായത് കർമ്മം മാത്രമായിട്ടും ചെയ്യാൻ പാടില്ല, ഉപാസന മാത്രമായിട്ടും ചെയ്യാൻ പാടില്ല. എന്നിരുന്നാലും വിധാനം ഉള്ളതിനാൽ അഥവാ ആ രണ്ടിനും പ്രത്യേകിച്ച് ഫലമുള്ളത് കൊണ്ട് തീർത്തും നിഷേധം ചെയ്യാനും പറ്റത്തില്ല. ഇതിന്റെ ഇടയിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. അങ്ങപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. അതിനുത്തരം മന്ത്രത്തിലൂടെ കൊടുക്കുകയാണ്. വിദ്യാഞ്ച യസ്തദ്വേദോ വൈവംസഃ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. അർക്കം ചൊല്ലണേ ചൊല്ലാം. വിദ്യാം ച അവിദ്യാം ച യസ്തദ്വേദോഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. വിദ്യാം ച യസ്തദ്വേദോഭയം സഹ അവിദ്യയാ കറക്റ്റ് ചൊല്ലണം. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യാമൃതമസ്നുതേ. വിദ്യാമൃതമസ്നുതേ. അതിന് പദച്ഛേദം ചെയ്യാൻ പാടില്ല. അമൃതമസ്നുതേ വിദ്യയാമൃതമസ്നുതേ. ഇവിടെ നമുക്ക് പദച്ഛേദം ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല. ठीक है. വിദ്യാം ച യസ്തദ്വേദോഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യാമൃതമശ്നുതേ. അതിങ്ങനെ തീർത്വ എന്ന് പറഞ്ഞാല് തീർത്ത് കളഞ്ഞിട്ട് തന്നെ അർത്ഥം. ठीक है. മറികടന്നിട്ട് ठीक है തീർത്വ. വിദ്യാഞ്ച വിദ്യയെയും അവിദ്യയെയും ഉപാസനയും കർമ്മത്തെയും ആരാണോ യഹ ഉഭയം സഹവേദ ഒന്നിച്ച് അറിയുന്നത് എന്ന് പറഞ്ഞാല് അറിഞ്ഞിട്ട് അനുഷ്ഠിക്കുന്നത് മനസ്സിലായിക്കൂടാ. വിദ്യയും അവിദ്യയും ആരാണോ ഒന്നിച്ച് അനുഷ്ഠിക്കുന്നത്, ഇതിന്റെ ഫലം എന്താ? അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മണ മൃത്യും തീർത്തുക, മൃത്യുവിനെ മറികടന്നിട്ട്. എന്നിട്ടോ വിദ്യ അമൃതമശ്നുതേ, വിദ്യ കൊണ്ട് അമൃതത്വ പ്രാപ്തി ഉണ്ടാവും. ഈ ഒരു ശബ്ദമാണ് ഇനി നമ്മൾക്ക് ടിപ്പണിയിലൂടെയൊക്കെ നിരൂപിക്കേണ്ടത്. അമൃതമശ്നുതേ എന്ന് പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദേവലോക പ്രാപ്തി അല്ല ഇവിടെ പറയുന്നത്, അമൃതത്വം പറയുന്നുണ്ട്. ഇത് ജ്ഞാനാനന്തരമുള്ള അമൃതത്വം എന്നല്ല, പക്ഷെ അതിന് അനുകൂലമായി മാറും. അതുകൊണ്ടാണ് അമൃതത്വമശ്നുതേ എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പം ഇതിനെ ടിപ്പണിയൊക്കെ വെച്ച് വിശദീകരിച്ച വേറൊരു ഏരിയയിലേക്ക് മാറും. അപ്പം ഭാഷ്യം കാണാം. യഥ ഏവം അതോ ഇപ്രകാരമായതുകൊണ്ട്, ഇതിന്റെ ടിപ്പണി കാണുക. ഉഭയോഹ ഫലത്വേന ത്യാഗയോഗ, അത് രണ്ടിനും വെവ്വേറെ ഫലമുള്ളത് കൊണ്ട് ത്യാഗം ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകാനുഷ്ഠാനസിച്ച നിന്ദിതത്വാദിതി വദൻ, പ്രത്യേകത്തിന്റെ അനുഷ്ഠാനം നിന്ദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സമുച്ചയ വിധാനേ മന്ത്രം അവതാരയതി, സമുച്ചയ വിധാനം നടത്തുന്ന കാര്യത്തിൽ മന്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. യഥ ഏവം ഇപ്രകാരമായതിനാൽ എന്ന് പറഞ്ഞാല് പ്രത്യേകത്തിന്റെ നിന്ദയും ഓരോന്നിന്റെ ഫലവും പറഞ്ഞിരിക്കുന്നു എന്നുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മൾക്ക് മറ്റൊരു മാർഗം കണ്ടെത്തണം. നിഷേധിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. എങ്ങനെ? ഓരോന്നിനെയും ചെയ്യുന്നത് നിഷേധിച്ചിട്ടുണ്ട്, പക്ഷെ ആ രീതിയിൽ രണ്ടെണ്ണത്തിനെയും നിഷേധിച്ച് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് അതാവോ തസ്മാത് കാരണാവെന്ന് കൂട്ടിച്ചേർത്തോ. ഈ മന്ത്രം വ്യാഖ്യാനം പറയാണ്. വിദ്യാഞ്ച അവിദ്യാഞ്ച ദേവത ഉപാസനം കർമ്മച്ച ഇത്യർത്ഥ. വിദ്യക്ക് ദേവത ഉപാസന എന്നും അവിദ്യക്ക് കർമ്മം എന്നും അർത്ഥം. അപ്പൊ ആരാണോ ദേവത ഉപാസനയെയും കർമ്മത്തെയും ഒന്നിച്ചനുഷ്ഠിക്കുന്നത് അവന് കിട്ടുന്ന ഫലമാണ് ഇനി നമ്മൾ പറയുന്നത്. യസ് തദ്ദേതദുഭയം സഹ ഏകേന പുരുഷേന അനുഷ്ഠേയം വേദ, ആരാണോ ഈ രണ്ടും, ഏതദുഭയം എന്ന് പറഞ്ഞാൽ കർമ്മവും ഉപാസനയും, സഹ ഏകേന തദുഭയം സഹ, അങ്ങനെയാണ്, അത് രണ്ടും ഒന്നിച്ചു ചേർന്നിട്ട് ഏകേന പുരുഷേന അനുഷ്ഠേയം വേദ, ഒരേ പുരുഷനാൽ തന്നെ അനുഷ്ഠേയമാണ് ഇവ രണ്ടും എന്ന് ആരാണോ അറിയുന്നത്. ടിപ്പണി നോക്കിയേ, ഈ വേദയ്ക്ക് എന്താ അർത്ഥം? വിദിത്വ അനുത്തിഷ്ഠതീത്യർത്ഥ, അറിയുക മാത്രമല്ല, ആചാര്യനിൽ നിന്ന് ഇതിനെ അറിഞ്ഞിട്ട് ആരാണോ അനുഷ്ഠാനം ചെയ്യുന്നത്
തസ്യൈവ സമുച്ചയകാരണഃ ഇതി ഉത്തരസ്മാത് ഭാഷ്യാത്. ഇതിന് എങ്ങനെ കിട്ടി? മുന്നോട്ട് കാണാം. തസ്യൈവ സമുച്ചയകാരണഃ എന്ന് പറയുന്നുണ്ട് ഭാഷ്യകാരൻ. ആ സമുച്ചയ അനുഷ്ഠാനം നടത്തുന്നവന് എന്നാണ്, അനുഷ്ഠാനം നടത്തുന്നവനാണ്. ഇനി ഭാഷ്യം കണ്ടോ. ഏകേന കേന പുരുഷേണ, ഒരേ പുരുഷനാൽ തന്നെ അനുഷ്ഠേയമാണ് കർമ്മവും ഉപാസനയും. ഇപ്രകാരം ആരാണോ അനുഷ്ഠാനം ആയതുകൊണ്ട് ആരാണ് ഇപ്രകാരം അനുഷ്ഠാനം നടത്തുന്നത് അവൻ എന്ത് ഫലം കിട്ടുമെന്ന് പറയണ്ടേ. തസ്യ ഏവം സമുച്ചയകാരിണഃ, ഇപ്രകാരം സമുച്ചയം നടത്തുന്നവന് ഏവ ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാദ്. ഇതാണ് സ്ഥിതി മൊത്തം മാറി. ഏക പുരുഷാർത്ഥ സംബന്ധമേ ഉള്ളൂ. കർമ്മം കൊണ്ട് പിതൃലോകവും ഉപാസന കൊണ്ട് ദേവലോകവും പറഞ്ഞിട്ട് ഓരോന്നിനെയും ചെയ്യാൻ വ്യക്തമായിട്ട് ഓരോന്നിനെ മാത്രം ചെയ്യാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ട് ഉഭയം സഹ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരാണോ ഇപ്രകാരം സമുച്ചയിച്ച് ചെയ്യുന്നത് അവന് കിട്ടുന്ന ഫലം ഏകമാണോ ഉഭയമാണോ? ഏകം മാത്രമാണ്. ഇവിടെയാണ് പ്രശ്നമുള്ളത്. ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാദന, ക്രമത്തിൽ ഒരു പുരുഷാർത്ഥ സംബന്ധമാണ് ഉണ്ടാവുന്നത്. അതായത് ഏത് പുരുഷാർത്ഥത്തെ മാനിക്കും? സ്വർഗത്ത് പോവുമോ അല്ല ഹിരണ്യഗർഭ ലോകത്ത് പോവുമോ? ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകുക മാത്രമല്ല അവിടെ സായുജ്യത്തിന്, അതായത് സായുജ്യം, അതായത് 4 വിധാക്കൾ, 4-5 വിധാക്കാം അല്ലേ? സാലോക്യം, സാമീപ്യം, പിന്നെ സാരൂപ്യം, സാഷ്ടി, സായുജ്യം. 5 ഗതിയാക്കിയിട്ട് കാണിക്കും. അതിൽ ഇവിടെ ഇപ്പോൾ എന്താ പറ്റും? ക്രമേണ മുക്തിക്ക് കാരണമാവും എന്നാണ് നമ്മൾ ടിപ്പണിയിലൂടെ ഇതിനെ വിശദീകരിക്കാൻ പോകുന്നത്. ഭാഷ്യത്തിനെ വിശദീകരിച്ചിട്ട് നമുക്ക് ഈ കാണാം. ഏകപുരുഷാർത്ഥ സംബന്ധമാണ്, ഒറ്റ പുരുഷാർത്ഥവുമായിട്ട് സംബന്ധിക്കുന്നുള്ളൂ. അതെങ്ങനെ ക്രമേണ? ഇതിന്റെ 3-4 ടിപ്പണി കാണും. ഏകപുരുഷാർത്ഥ സംബന്ധ ഇതി, ഇതിന്റെ അർത്ഥം എന്താ? ഏകഹ പുരുഷാർത്ഥോ, ഏകമായിരിക്കുന്ന പുരുഷാർത്ഥം എന്താണ്? ദേവതാത്മഭാവാക്യം അമൃതം, ദേവതാത്മസ്വരൂപ പ്രാപ്തിയാണുള്ളത്. ഇതിനെയാണ് ഇവിടെ അമൃതം എന്ന് പറഞ്ഞത്. തത്പ്രാപ്തിരിത്യർത്ഥ. അപ്പോൾ അമൃതത്വം അശ്നുത എന്നുള്ളത് ദേവതാത്മപ്രാപ്തി കിട്ടുന്നുണ്ട്. ഇനി നമ്മൾക്ക് മുന്നോട്ട് കാണാം. ഇത് ദേവലോകപ്രാപ്തിയല്ല. കേവലമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ദേവലോകത്തെ എത്തത്തുള്ളൂ. സമുച്ചയിച്ച് ചെയ്യുന്നത് കൊണ്ട് ദേവതാത്മപ്രാപ്തിയുണ്ട്. പല കാരണങ്ങൾ പറയും. ഫലം പെട്ടെന്ന് കിട്ടും, ഇങ്ങനെയൊക്കെ പലതും പറയാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ബൃഹദാരണ്യകത്തിലെ മന്ത്രം കാണട്ടോ. നമ്മൾ ഇവിടെ ഇപ്പോൾ ടിപ്പണിയിൽ അടുത്ത പേജിൽ അവതരിപ്പിക്കും. ഇതിന് ക്രമേണ സ്യാദ് എന്നുള്ളതിന് അർത്ഥം പറയാണ് സ്വാഭാവിക കർമ്മജ്ഞാനാഖ്യ മൃത്യു തരണപൂർവകമിതിയാവത്. അതായത് സ്വാഭാവികമായിരിക്കുന്ന കർമ്മവും സ്വാഭാവികമായിരിക്കുന്ന ചിന്തനവും മനുഷ്യ സ്വഭാവമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അന്നപ്പോൾ ശാസ്ത്രീയമായിരിക്കുന്ന കർമ്മോപാസനകൾ ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തി സ്വാഭാവികമായിരിക്കുന്ന സഹജമായിരിക്കുന്ന കർമ്മ വിചാരങ്ങളിൽ ഏർപ്പെടും. ഇത് ആ അന്ധകരണത്തിന്റെ അശുദ്ധിക്ക് കാരണമായി മാറും. ആയതിനാൽ അശാസ്ത്രീയ കർമ്മത്തെ, അശാസ്ത്രീയ ചിന്തനത്തെയാണ് നമ്മൾ മൃത്യു എന്ന് പറയുന്നത്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതം ഗമയ. ഈ സ്ഥലത്തും ഈ കാര്യം തന്നെയാ പറയാ. അസാധനഭാവത്തിൽ നിന്ന് സാധനഭാവത്തിലേക്കും സാധനഭാവത്തിൽ നിന്ന് ഫലഭാവത്തിലേക്കും കൊണ്ടുപോകണേ എന്നേ അതിനർത്ഥമുള്ളൂ. അതായത് സ്വാഭാവികമായിട്ട് മനുഷ്യര് അശാസ്ത്രീയ കർമ്മജ്ഞാനങ്ങളിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ഭഗവാനെ എന്നെ ശാസ്ത്രീയ കർമ്മജ്ഞാനങ്ങളിലേക്ക്, ഉപാസനാദികളിലേക്ക് കൊണ്ടുപോകണമേ. എന്നിട്ടോ അവിടെ നിന്നും സാധനഭാവത്തിൽ നിന്നും ഫലഭാവമായിരിക്കുന്ന ദേവതാത്മഭാവത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഇത്രയുള്ള മന്ത്രത്തിനർത്ഥം. ഭാഷകാരൻ പറയും ന തിരോഹിതമസ്തി. എവിടെ? 3-ാം മന്ത്രഭാഗത്ത് തിരോഹിതമായിട്ടൊന്നുമില്ല. ആദ്യം 2 പറഞ്ഞതിനെ തന്നെ ഒരിക്കൽ കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗം നമ്മൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് ടിപ്പണിയില്? സ്വാഭാവിക കർമ്മജ്ഞാനാഖ്യ മൃത്യു. മൃത്യുവിന്റെ അർത്ഥം എന്താ? സ്വാഭാവികമായിരിക്കുന്ന കർമ്മം, സ്വാഭാവികമായിരിക്കുന്ന ചിന്തനം എന്ന് പറയാം. ശാസ്ത്രീയമല്ലാത്ത, ശാസ്ത്രപ്രതിപാദ്യമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക, ശാസ്ത്രപ്രതിപാദ്യമായിരിക്കുന്ന ഉപാസന അനുഷ്ഠിക്കുക എന്നുള്ളത് സാധനഭാവമാണ്. അതിന് വിപരീതമായിട്ടാണ് ഇരിക്കുന്നത് അശാസ്ത്രീയമായിരിക്കുന്ന, ശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടാത്ത സ്വാഭാവികമായിരിക്കുന്ന കർമ്മത്തിൽ ഏർപ്പെടുക.
സ്വാഭാവികമായിരിക്കുന്ന ജഗതിന്റെ ആലോചനയും നടത്തി തത്സമാനമായിട്ടിരിക്കുക, ഇതിനെയാണ് മൃത്യു എന്ന് പറയുന്നത്. ഇതിനെ തരണം ചെയ്തിട്ട് എന്നുള്ളതാണ് കർമ്മം കൊണ്ട് കിട്ടുന്ന ഫലം. ഏത് കർമ്മം? വൈദിക കർമ്മത്തിലേക്ക് മാറിയാൽ. മൃത്യു തരണ പുരോഗമിതി യാവത്, മൃത്യുവിനെ തരണം നടത്തിക്കൊണ്ട്, ഇതാണ് ക്രമേണ എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ക്രമത്തിൽ, അതായത് മൃത്യുവിനെ തരണം നടത്തിക്കൊണ്ട്, മൃത്യുവാണ് സ്വാഭാവിക കർമ്മവും സ്വാഭാവിക ജ്ഞാനവും, അതിനെ തരണം നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോകും, അമൃതത്വത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞ ദേവതാത്മഭാവത്തെ പ്രാപിക്കുന്ന അർത്ഥം. ഭാഷ്യം കണ്ടു. ഇനി ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാദിത്യതേ. അവിദ്യയ അർത്ഥം പറയാണ്, കർമ്മണ കേന അഗ്നിഹോത്രാദിന. ഇതാണല്ലോ വൈദിക കർമ്മം എന്ന് പറയുന്നത്. കർമ്മത്തെ നമുക്ക് 3 വിഭാഗമാക്കി തിരിക്കാം: ഇഷ്ടം, പൂർത്തം, ദത്തം. അതിൽ ഇഷ്ടകർമ്മം ഏതൊക്കെയാ? അഗ്നിഹോത്രം, തപസ്യ, സത്യം, വേദാനാഞ്ചാനുപാലനം, ആദിത്യം വൈശ്വദേവശ്ച ഇഷ്ടമിത്യഭിധീയതേ. വാപി കൂപതടാകാദി ദേവതായതനാനി ച അന്നപ്രധാനമാരാമസ് ദത്തമിത്യഭിധീയതേ. പൂർത്തമിത്യഭിധീയതേ. അത് പൂർത്തകർമ്മമാണ്. ഇഷ്ടപൂർത്ത അല്ലേ? പൂർത്തമിത്യഭിധീയതേ. അടുത്തത് ശരണാഗത സന്ത്രാണം, ഭൂതാനാച്യാപ്യഹിംസനം, ബഹിർവേദീജയദ്ദാനം ദത്തമിത്യഭിധീയതേ. ഇങ്ങനെ ഇഷ്ട, പൂർത്ത, ദത്ത കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പുണ്യമാണോ പാപമാണോ കിട്ടുന്നത്? പുണ്യം ആണല്ലോ. ആ അപ്പോൾ അഗ്നിഹോത്രാദി കർമ്മങ്ങളാൽ, ഇതെല്ലാം എടുത്തോണം, എല്ലാ കർമ്മത്തെയും ഇവിടെ കൊണ്ടുവരണേ. കേവലം അഗ്നിഹോത്രാദികൾ മാത്രമല്ല, ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങളാൽ എന്ത് ചെയ്യാൻ പറ്റും? മൃത്യുവിനെ തരണം നടത്താൻ പറ്റും. അവിദ്യ കർമ്മണ, അവിദ്യക്ക് അർത്ഥമാണ് കർമ്മം. ആ ഏതിനാല്? അഗ്നിഹോത്രാദി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദിപദം കൊണ്ട് പൂർത്ത ദത്ത ഇഷ്ടങ്ങളിലെ മൊത്തത്തിൽ എടുത്തുകൊള്ളുക. മൃത്യും, മൃത്യു ശബ്ദത്തിന് എന്താർത്ഥം? സ്വാഭാവികം കർമ്മച ജ്ഞാനഞ്ച മൃത്യു ശബ്ദവാച്യം. വാച്യം എന്ന് പറയാൻ അർത്ഥം എന്നാണ് അർത്ഥം. അപ്പൊ മൃത്യു ശബ്ദത്തിന്റെ വാച്യം എന്ന് പറയാൻ മൃത്യു ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏതാണ് മൃത്യുവിന്റെ അർത്ഥം? സ്വാഭാവികമായിരിക്കുന്ന കർമ്മവും ജ്ഞാനവും. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ 5-ാം നമ്പർ ടിപ്പണിയിൽ എന്താണെന്ന് നോക്കിയേ. മൃത്യുപദം വ്യാധിഷ്ഠ സ്വാഭാവികം കർമ്മജ്ഞാനം ചെയ്തി. ശാസ്ത്ര അനാധേയം പുരുഷബുദ്ധി പ്രഭവം. ശാസ്ത്രം സ്വീകരിക്കാത്ത പുരുഷബുദ്ധി കൊണ്ട് മാത്രം ഉണ്ടാവുന്നേ പ്രാക്തന സംസ്കാര അനുസാരി ക്രിയാ സാമാന്യം ഉപാസന സാമാന്യം ചേത്യർത്ഥ. പ്രാക്തന സംസ്കാരം, പൂർവജന്മത്തിലുണ്ടായിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് ഉത്പന്നമാവുന്ന സാമാന്യമായിരിക്കുന്ന ക്രിയയും സാമാന്യമായിരിക്കുന്ന ഉപാസന എന്ന് പറയുന്ന ജ്ഞാനവുമാണ് മൃത്യു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി 6-ാം നമ്പർ ടിപ്പണിയില് 6-ാം നമ്പർ എവിടെയാ കാണിച്ചത്? മൃത്യു ശബ്ദവാച്യം എന്ന് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്ക് ടീക്കയില്. നനു മൃത്യു ശബ്ദോ മാരകേ യമാദോ പ്രസിദ്ധ തത്കുതോ അന്യഥാ വ്യാഖ്യായത്. മൃത്യു എന്നുള്ളത് മാരകനായിരിക്കുന്ന, കൊല്ലുന്ന യമനെ പോലെയുള്ള ആൾക്കാരിലല്ലേ പ്രസിദ്ധം? ടീക്കേ. പിന്നെ അതെങ്ങനെയാണ് നിങ്ങൾ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്? തത്രാഹ, അതിന് ഉത്തരം പറഞ്ഞതാണ് എന്ത്? മൃത്യു ശബ്ദവാച്യം ഉഭയമിതി. മൃത്യു ശബ്ദത്തിന്റെ വാച്യമാണ് രണ്ടും. ഏത് രണ്ടും? കർമ്മവും ഉപാസനയും. ഇനി ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു മന്ത്രത്തെ കൊണ്ടുവരിക. സാവാ ഏഷ ദേവത ഏതാസാം ദേവതാനാം പാത്മാനം മൃത്യും അപഹത്യ എത്ര ആസാം ദിശാമന്തഃ തദ് ഗമയാൻ ചകാര ഇത്യാദി ശ്രുതൗ. ഇത് ബൃഹദാരണ്യത്തിൽ നിങ്ങൾ കേട്ടതായിരിക്കും. സാവ ഏഷ ദേവത. ആരാ ദേവത? മൃത്യു. അതായത് ഇവർ തമ്മിൽ പരസ്പര സംവാദമുണ്ട്, ഇത് പ്രാണന്മാർ തമ്മിലുള്ള. അങ്ങനെ പ്രാണന്മാരെ എന്താണ് അഭിമാനം തരികയാണ്, ഞാൻ അഹം ശ്രേയസേ അഹം ശ്രേയസേ. ഇത് കണ്ടിട്ടെല്ലാം കൂടിയും മൃത്യു ഇതിനെ കയറി പിടിക്കും. അതിനെ ഒഴിവാക്കി കൊടുക്കുന്നതാണ് പ്രാണൻ. പ്രാണൻ ഈ അന്യപ്രാണന്മാരുടെ എല്ലാം പാപങ്ങളെ കൊണ്ടുവച്ചിട്ട് ദിക്കിന്റെ അന്തത്തിൽ ഉപേക്ഷിക്കുകയാണ്. ദിക്കിന്റെ അന്തം എന്താണെന്നുള്ളതാണ് നമ്മൾക്ക് ഇത് നോക്കേണ്ടത്. തവ ഏഷ ദേവത. ആ ദേവത ആര്? പ്രാണാഖ്യനായിരിക്കും ദേവത. അതായത് പ്രാണനെ പാപം ഏശത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുഖ്യപ്രാണൻ ശ്രേഷ്ഠനാവുന്നത്. ജ്യേഷ്ഠശ്ച എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രേഷ്ഠനാവാൻ കാരണം പാപസംബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അവനെന്ത് ചെയ്യും? ഏതാസാം ദേവതാനാം. ഈ ദേവത ആരാ? വാഗാദി ഇന്ദ്രപ്രാണന്മാര്.
അവരുടെ അതെന്താണ് പാപം എന്നറിയോ? അതായത് ഓരോരോ ഇന്ദ്രിയങ്ങളും അവരുടെ കാര്യങ്ങളെ തനിക്കായിട്ട് മാറ്റിവെച്ചു. ആ തനിക്കായി മാറ്റിവെച്ചു എന്ന് അറിഞ്ഞതോടുകൂടി പാപം കയറി പിടിച്ചു. അതാണ് ഈ പാപത്തെ, പാകാധീനം പാത്മാനം, പാപത്തെ ആ മൃത്യുവിനെ അപഹത്യ നശിപ്പിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? എത്ര ആസാം ദിശാമന്തഃ, ഈ ദിക്കുകളുടെ അവസാനം എവിടെയുണ്ടോ തദ് ഗമയാൻ ചകാര, ആ ദിക്കിന്റെ അവസാനത്ത് കൊണ്ടുവച്ച് വിട്ടു. ഇത് ഏതാണ് ദിക്കിന്റെ അവസാനം? അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടിട്ടില്ലല്ലോ. അപ്പൊ കാണിച്ചു തരാം. ബ്രാക്കറ്റ് നോക്ക്. ശാസ്ത്രീയ യജ്ഞാദി സംസ്കൃത ജന അധിഷ്ഠിത മധ്യദേശ അതിരിക്തോ ദിശാമന്തഃ. ശാസ്ത്രീയ യജ്ഞാദി സംസ്കൃത ജനങ്ങളുണ്ടല്ലോ, ശാസ്ത്രീയമായിരിക്കുന്ന കർമ്മം, അനുഷ്ഠാനം, ഉപാസന ഇത്യാദികൾ അനുഷ്ഠിക്കുന്ന ജനവിഭാഗം ഒരു സ്ഥലത്തുണ്ട്. അതേത് ദേശമാണ്? മധ്യദേശ. മധ്യദേശ ഉദ്ദേശം എന്തായിരിക്കും? അത് പറഞ്ഞുതരാം. അതിന്റെ ഇടയ്ക്ക് വേറൊരു ബ്രാക്കറ്റ് ഉണ്ടോ? ആര്യാവർത്ത പുണ്യഭൂമിർ മധ്യം ഭിന്ദ്യ ഹിമാഗയോ അല്ല ഹിമാലയോഹോ എന്ന് ഗാ എന്നുള്ള ലാ എന്നാക്കത്. ആര്യാവർത്തം എന്ന് പറയും. ആര്യാവർത്തത്തിൽ എവിടെ മുതൽക്കേ ഉള്ളൂ? പുണ്യഭൂമിയാണ് ആര്യാവർത്തം. അതാണ് മധ്യം. അതെവിടെയാ? വിന്ധ്യ പർവ്വതത്തിന്റെയും ഹിമാലയ പർവ്വതത്തിന്റെ ഇടയിൽ. വിന്ധ്യ പർവ്വതം എവിടെയുള്ളത്? മധ്യപ്രദേശിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. പുണ്യഭൂമി എന്ന് പറഞ്ഞാല് വിന്ധ്യ ഹിമാചലത്തിന്റെ ഇടയിലേ ഉള്ളൂ. ഈ മഹാബലിയുടെ കഥ വരുന്നത് എവിടെയാ? മധ്യപ്രദേശിലാ, അതും നർമ്മദ തടത്തിലാ. ഇതിന്റെ നോക്കിയോ നീ, ആര്യാവർത്തം പുണ്യഭൂമി മധ്യം വിന്ധ്യ ഹിമാലയോഹോ എന്ന് പറഞ്ഞു. വിന്ധ്യന്റെയും വിന്ധ്യ പർവ്വതത്തിന്റെയും ഹിമാലയ പർവ്വതത്തിന്റെ ഇടയിലുള്ള ദേശമാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ബാക്കി ഭാഗം കണ്ടോ? തത് ഗമയാൻ ചകാര ഇത്യാദി ശ്രുതവും. ഇനി ബാക്കി ബ്രാക്കറ്റ് വിട്ടിട്ട് ബാക്കി നോക്കിയാൽ മതി. സ്വാഭാവിക ജ്ഞാനകർമ്മണി ഏവ പാത്മശബ്ദേന പരാമർശ്യ, സ്വാഭാവിക ജ്ഞാനത്തെ സ്വാഭാവിക കർമ്മങ്ങളെയും പാപശബ്ദം കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട്. തയോർ മൃത്യുത്വ വിപദേശാത്, അവ രണ്ടും മൃത്യുവാണെന്ന് പറഞ്ഞുകൊണ്ട് തേ ഏവ അത്ര മൃത്യുത്വേന വിവക്ഷ്യതേ, അവ രണ്ടിനെയാണ് ഇവിടെ മൃത്യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും നിങ്ങൾ അതിന്റെ ഇടയിലുള്ള വേറൊരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു. ആദിന അസതോ മാ സദ്ഗമയേതി മന്ത്രവ്യാഖ്യാനഭൂതാഹ ശ്രുതിർ ഗൃഹ്യതേ. ആദി ശബ്ദം കൊണ്ട് ഇതെവിടെയാ? തദ് ഗമയാൻ ചകാര ഇത്യാദോ എന്നുള്ളതിന് ബാക്കി പിന്നെ ആരോ എഴുതി ചേർത്താണ് ആദിന എന്നും പറഞ്ഞിട്ടോ, അല്ലാണ്ട് ഇങ്ങനെയുള്ളതല്ല. അല്ലെ അങ്ങനെയാണ്, പിന്നെ അങ്ങനെ അങ്ങ് പറയത്തില്ലേ. അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. ഈ മന്ത്രത്തെയും ഗ്രഹിച്ചു കൊള്ളുക. രണ്ട് സ്ഥലത്ത് ഒരേ അർത്ഥം കിട്ടും. തത്രഹി മൃത്യുർവ അസച്ഛബ്ദിതം സ്വാഭാവികം ജ്ഞാനം കർമ്മച്ച മൃത്യുത്തേന വ്യാഖ്യായതേ. ഇവിടെയും സമാനമാണ്. എങ്ങനെ? മൃത്യുർവ അസത് ഇതി അസച്ഛബ്ദിതം സ്വാഭാവികം, മൃത്യോർമ അമൃതംഗമയ. ഈ വ്യാഖ്യാനം നടത്തുന്ന സമയത്തും സമാന അർത്ഥമാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്ന് പറയുന്ന അർത്ഥം സ്വാഭാവിക കർമ്മജ്ഞാനമാണ് ഇവിടെയും മൃത്യു. അപ്പം സ്വാഭാവികമായിരിക്കുന്ന കർമ്മജ്ഞാനം ചെയ്ത് നടന്ന എന്നെ ശാസ്ത്രീയമായിരിക്കുന്ന കർമ്മജ്ഞാനത്തിലേക്ക് ഉയർത്തു. ആ ശാസ്ത്രീയ കർമ്മജ്ഞാനം ചെയ്തിട്ട് എന്നെ ദേവതാത്മപ്രാപ്തിയിലേക്ക് ഉയർത്തു എന്നുള്ളതാണ് മന്ത്രം. ഇനിയും ടിപ്പണി കുറച്ചുകൂടി ഉപയോഗിക്കുക. തയോർ മരണശാലി സംസാര ഹേതുത്വേന. ഇതെല്ലാം മരണശാലിയായിരിക്കും, മരണസ്വഭാവത്തോടു കൂടിയ സംസാരം. ആ സംസാരത്തിന് ഹേതുവാണെന്ത്? കർമ്മ ഉപാസനയും ആണോ? ഞാനല്ല കേട്ടോ പറയുന്നത്, ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ ഉപാസന സംസാരത്തിന് ഹേതുവാണ് പോലും. മാരകത്വാനുസ്ഗമാത്, രണ്ടും മാരക സ്വരൂപം തന്നെയാണ്. കർമ്മണ മൃത്യുന്തര തരണ യോഗാചേരി ഭാവ. കർമ്മം കൊണ്ട് അന്യമൃത്യുവിനെ തരണം നടത്താൻ പറ്റത്തില്ല. ഏത് മൃത്യുവാണ് അന്യമൃത്യു? സംസാര രൂപ മൃത്യു. സംസാര രൂപ മൃത്യുവിനെ കർമ്മം കൊണ്ടോ അഥവാ പിന്നെന്താ അവശിഷ്ടം? ജ്ഞാനം കൊണ്ടോ, ജ്ഞാനം ഉപാസന കൊണ്ടോ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റത്തില്ല എന്നർത്ഥം. കഴിഞ്ഞ് ഇനി ഭാഷ്യഭാഗം കണ്ടോ. മൃത്യുശബ്ദവാച്യം ഉഭയം തീർത്വാ എന്നോ അതിക്രമ്യ. മൃത്യുശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന സ്വാഭാവിക കർമ്മത്തെയും സ്വാഭാവിക ജ്ഞാനത്തെയും ഏതിനാൽ അതിക്രമിച്ചിട്ട് പറ? ഏതിനാൽ അതിക്രമിക്കും? ഏതിനാൽ മറികടക്കും? വൈദിക കർമ്മങ്ങളാൽ മറികടക്കും. ശാസ്ത്രീയമായിരിക്കുന്ന കർമ്മത്താൽ. അത്ര മതി. ഉപാസന അവിടെ നിൽക്കട്ടെ. ഉപാസന കൊണ്ട് കിട്ടുന്ന ഫലം വേറെയാണ്. അതിക്രമ്യ. എന്നിട്ടോ വിദ്യയാ. വിദ്യക്ക് അർത്ഥം പറയാണ് ദേവതാജ്ഞാനേന. ദേവതാജ്ഞാനം എന്ന് പറഞ്ഞാൽ ദേവതാ ഉപാസന. ദേവതാ ഉപാസന കൊണ്ട് അമൃതം. എന്താണ് ഈ അമൃതം?
ദേവതാത്മഭാവം മാറിയ ദേവതാ ലോകപ്രാപ്തി അല്ലത് ദേവതാ സ്വരൂപപ്രാപ്തിയാണത്. അശ്നുതേ, അശ്നുതയ്ക്ക് എന്താർത്ഥം? പ്രാപ്നോതി, ദേവതാഭാവത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഇതിന്റെ 3-ാം നമ്പർ ടിപ്പണി അങ്ങ് നോക്കിയോ, വിശദീകരണം കൊടുക്കുകയാണ്. ദേവതാത്മഭാവം അശ്നുതേ ഇതി, ഇത്രയും ഭാഗത്തിൽ ചോദ്യം ഉന്നയിക്കുകയാണ്. നനു ഏകൈകസ്യാപി ഇതമേവ ഫലം. അതായത് നിങ്ങൾ കേവല കർമ്മ കേവല ഉപാസന സ്ഥലം പറഞ്ഞില്ലേ, അവിടെ കേവല ഉപാസനയുടെ ഫലം തന്നെയല്ലേ ഇത്? നോക്കണേ, ചെറിയ വ്യത്യാസമുണ്ട്, നമ്മൾക്ക് മനസ്സിലാവൂല. അന്തന്തമ പ്രവിശന്തി ഏ വിദ്യാമുപാസതേ തതോ ഭൂയ യുവതേ തമോ ഏവ വിദ്യായാവും രഥാഹ. ആരാണോ വിദ്യയിൽ രഥന്മാർ അവരെങ്ങോട്ട് പോകും? ദേവതാത്മ ശരീരത്തെ പ്രാപിക്കും എന്ന് തന്നെ ടിപ്പണിലേക്ക് എഴുതി കളഞ്ഞിട്ടുണ്ട്. ടീക്കേ, വേറെ വിഷയം. പക്ഷെ സാമാന്യമായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റുക ദേവലോക പ്രാപ്തി എന്ന്. അത് വെച്ചിട്ടാണ് പൂർവപക്ഷിക്ക് ഉത്തരം കൊടുക്കുന്ന സിദ്ധാന്തി. ചെറിയ വ്യത്യാസമുണ്ട്. കേവല കർമ്മം നടത്തിയാൽ ദേവതാ ലോകത്തും, ഉപാസന സഹിത കർമ്മം നടത്തിയാൽ ദേവതാത്മപ്രാപ്തിയും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇതിനാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നത്. വിദ്യ ദേവലോക കർമ്മണ പിതൃലോക ഇതി. ഇത് പൂർവപക്ഷി ചോദിക്കുന്നു നോക്ക്, വിദ്യാ ദേവലോക എന്ന് പറഞ്ഞതല്ലേ, ആ ദേവലോകത്തെ തന്നെയല്ലേ സമുച്ചയം നടത്തി ചെയ്താലും കിട്ടുന്നത് എന്ന് പറഞ്ഞ കേവലമായിരിക്കുന്ന വിദ്യ കൊണ്ട് കിട്ടുന്ന ദേവലോകത്തെ തന്നെയല്ലേ സമുച്ചിതമായിട്ട് ചെയ്താലും വിദ്യ കൊണ്ട് കിട്ടാൻ പോകുന്നത്? എന്ത് വ്യത്യാസമുള്ളത്? കാരണം ശ്രുതി പറഞ്ഞത് ദേവലോക കർമ്മണ പിതൃലോക. ഇനി വിശദീകരണം പറയാം. തത്തത് ലോകപ്രാപ്തിർ ഹി തത്തത് ലോകേഷു ദേവതാത്മനാവസ്ഥാനമേവ. ആ ലോകപ്രാപ്തി എന്നുകൊണ്ടത് ഉദ്ദേശിച്ചത് തത്തത് ദേവലോകത്ത് ദേവതാ സ്വരൂപത്തിലിരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഇത് വെച്ചിട്ടാണ് ചോദ്യം വരുന്നത്. അല്ലാതെ പൂർവപക്ഷിക്ക് ദേവലോകത്തിലെത്തുക എന്നല്ല, ദേവ ആത്മപ്രാപ്തി തന്നെയാണ് ഫലം എന്നാണ് ഉദ്ദേശം. പക്ഷെ അവിടെയാണ് വിശദീകരണം കൊടുക്കുന്നത്, കേവലം ചെയ്താൽ ഇങ്ങനെ പോകാൻ പറ്റൂലായിരുന്നു എന്നാണ്. തത്തത് ലോകപ്രാപ്തിർ ഹി, ഏതേത് ദേവതയാണോ പറഞ്ഞത് തത്തത് ദേവതാ ലോകപ്രാപ്തി എന്ന് ഉദ്ദേശിച്ചത്, തത്തത് ലോകേഷു, പല ലോകങ്ങളുണ്ടല്ലോ, ആ ലോകങ്ങളിലെ ദേവതകളും ഭിന്നം. ആ ദേവത സ്വരൂപത്തിലേക്ക് ദേവതാത്മനാവസ്ഥാനമേവ, ദേവതാ സ്വരൂപത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഉപാസന, കേവല ഉപാസനയുടെയും ഫലം. തത്കഥം നിന്ദിതം ഏവ ഏകൈകസ്യ ഫലം സമുച്ചയ ഫലത്വേന അഭിധീയതേ. നിന്ദിതമേവ ഏകൈകസ്യ ഫലം, ഓരോന്നിന്റെ ഫലവും നിങ്ങൾ നിന്ദിച്ചിട്ടില്ലേ? ഇങ്ങനെ നിന്ദിക്കപ്പെട്ടിരിക്കുന്ന ഏകൈകത്തിന്റെ ഫലം കഥം സമുച്ചയ ഫലത്വേന വിധീയതേ, എന്തിനാണ് സമുച്ചയത്തിന്റെ ഫലമായിട്ടും പറയുന്നത്? നിന്ദിച്ച് ഓരോരോ ഫലത്തെയും സമുച്ചയത്തിന്റെ ഫലമായിട്ടും പറയുന്നതുണ്ടല്ലോ, സമാനമാണല്ലോ സ്ഥിതി. ഇതെങ്ങനെ വന്നു ചേർന്നു? ഇതിന്റെ ഉദ്ദേശം എന്താ? കേവല ഉപാസന ചെയ്താലും ദേവതാത്മപ്രാപ്തി, സമുച്ചയം ചെയ്താലും ദേവതാത്മപ്രാപ്തി. അപ്പൊ ഫലത്തിന് വ്യത്യാസമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു സമുച്ചയം ചെയ്തത്? കേവല ഉപാസന ചെയ്താൽ പോരായിരുന്നു? വെറുതെ കർമ്മം ചെയ്ത് സമയം കളഞ്ഞല്ലേ? കർമ്മം ദുഃഖമല്ലേ? കർമ്മം ക്ലേശകരമായതുകൊണ്ട് ദുഃഖമായിട്ട് മാനിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം പറയാണ് സിദ്ധാന്തി. വ്യത്യാസമുണ്ട്. അമൃതാഖ്യ ദേവതാത്മഭാവപ്രാപ്തിർ നാമ ദേവതാ സായുജ്യം. അമൃതാഖ്യ, അമൃതം എന്നുള്ള നാമത്തോടു കൂടിയിരിക്കുന്ന ദേവതാഭാവപ്രാപ്തി എന്നുള്ളത് ദേവതയുടെ സായുജ്യമാകുന്നു. എന്ന് പറഞ്ഞാൽ സാലോക്യമോ സാമീപ്യമോ എന്തൊക്കെ വരും? സാഷ്ടിയോ സാരൂപ്യം. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി, ഇത് നാലുമല്ല, മറിച്ച് സായുജ്യമാണ്. മറ്റുള്ളവരുടെ മതം മാനിച്ചു കൊടുക്കുന്നുണ്ട്. ദേവതാ സായുജ്യം, ദേവതയായിട്ട് ഏകത്വം പ്രാപിക്കുകയാണ്. ഏകത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മുക്തനാവാൻ പറ്റുമെന്നുള്ളതാണ് ഗുണം. എപ്പോൾ? സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തേ, പരൻ എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭന്റെ ശരീരപാദത്തോടുകൂടി അവരെല്ലാം രക്ഷപ്പെടും. ഇനി നോക്ക്, ഇനി വിശദീകരണം കൊടുക്കാണ്. വ്യഷ്ടി ഉപാധികൃത പരിച്ഛേദ നിർമോഹേന സമഷ്ടി ഉപാധി ഉപഹിതത്വ അധികമഹ ഇതിയാവത്. ഒരു വ്യഷ്ടി ഉപാധി, മറ്റൊന്ന് സമഷ്ടിപാധി. നമ്മൾ എല്ലാവരും ഇപ്പോൾ വ്യഷ്ടിയായിരിക്കുന്ന ഉപാധിയിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥൂല ശരീരം, വ്യഷ്ടിയായിരിക്കുന്ന ലിംഗശരീരം, ഇവിടെയെല്ലാം അഭിമാനം. ഇതിനെ മാറ്റിക്കൊണ്ട് വ്യഷ്ടിപാധികൃതമായിരിക്കുന്ന പരിച്ഛേദ അഭിമാനത്തിനെ ഒഴിവാക്കി, നിർമോഹേന മോക്ഷം നടത്തിക്കൊണ്ട് ഒഴിവാക്കിയിട്ട് സമഷ്ടി ഉപാധി, സമഷ്ടി ആരാ? ഹിരണ്യഗർഭൻ. അത് ഉപാധിയായിരിക്കുന്ന ഹിരണ്യഗർഭന്റെ പ്രാപ്തിയാണ് ഫലം. അധികമഹ എന്ന് പറ പ്രാപ്തി ഇതിയാവത്. ലോകപ്രാപ്തിസ്തു ലോക അഭിമാനി ദേവത
സാമീപ്യാദി രൂപേതി ഭേദാത്. ലോകപ്രാപ്തി എന്നുള്ളത് ലോകത്തിൽ അഭിമാനിക്കുന്ന ദേവതയുണ്ടല്ലോ, ആ ലോകത്ത് സമീപത്തിലെത്തുക, അല്ലെങ്കിലോ സാലോക്യം, സാരൂപ്യം, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സാഷ്ടി, ഈ നാലിലേതെങ്കിലും നിൽക്കത്തുള്ളൂ. സായുജ്യം അതിന്റെ ഫലമല്ല. ഇപ്രകാരം ഭേദമുണ്ട്. വസ്തുതസ്തു എന്നാ പിന്നെ ഒന്നുകൂടി മാറ്റുകയാണ്. ഇവരങ്ങനെ പല രീതിയിൽ കൊണ്ടുപോകെ. വാസ്തവത്തിൽ എന്താണെന്ന് മാനിക്കണം. ദേവതാത്മഭാവോ ജ്ഞാനദ്വാര മോക്ഷ സാധനം. ദേവതാത്മഭാവം ജ്ഞാനം വഴി മോക്ഷത്തിന് സാധനമാകുന്നു. നമ്മള് ബ്രഹ്മസൂത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പറയും നാ അപ്രതികാലംബനാൻ നൈതീതി ബാധരായണ. ഓക്കെ, ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പ്രതീകാലംബനം നടത്തി ഉപാസിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റത്തില്ല. ക്ഷേത്രങ്ങളിലെ ആ ദേവത കല്ല് പ്രതീകല്ലേ? അവിടെ പൂജാരി ഉപാസിക്കാനാണ് ഇരിക്കുന്നത്? അല്ലല്ലോ. ഇനി ഉപാസിച്ചാലോ അപ്പോഴും ഹിരണ്യഗർഭ പോകാൻ പറ്റത്തില്ല. കാരണം പ്രതീക ഉപാസകനായി. ഉപാസിച്ചാൽ പോലും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഉപാസിച്ചില്ലേ സ്ഥിതി എന്തായിരിക്കും? എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ക്ഷേത്രത്തിലാണ് ആധ്യാത്മികത എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലല്ല ആധ്യാത്മികത എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഉപാസന അല്ലേ ക്ഷേത്രപൂജ? ക്ഷേത്രപൂജ എങ്ങനെ ഉപാസന? ക്ഷേത്ര തന്ത്രിയും കർമ്മിയൊക്കെ ഉപാസകന്മാരല്ലേ? അത് വേറെ തന്നെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഉപാസിക്കാൻ ക്ഷേത്രത്തിൽ പോകണം, വീട്ടിൽ വെച്ചാൽ പറയുന്നു. അത് വേണ്ട. ആ അവിടെയാണ് ഇത് സമാജത്തിലേക്ക് കൊണ്ടുവന്ന് ഇത് ഇതിന്റെയൊക്കെ പൂർവ്വരൂപത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. സൊസൈറ്റിക്ക് വേണ്ടിയാണോ തനിക്ക് വേണ്ടിയാണോ? ഈ സൊസൈറ്റി അവിടെ ക്ഷണിച്ചിരുന്നില്ലല്ലോ. ക്ഷേത്രങ്ങളിലെ സൊസൈറ്റിക്ക് പണ്ട് പ്രവേശനം ഇല്ലല്ലോ. പണ്ട് എന്നുള്ളത് ഒരു കാലത്ത് അല്ല, എല്ലാവർക്കും പ്രവേശനം ഇല്ലെന്നേ ഉള്ളൂ. അല്ല, ജാതിപരമായിട്ട് മാറിയതാണോ? സൊസൈറ്റിയെ മാറ്റാൻ വേണ്ടിയാണോ? എന്തൊക്കെ പ്രശ്നമുണ്ട്? ഈ രാംജി ശ്രീലങ്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ രാമനെ കൊണ്ട് തന്നെ രാവണനെ കൊണ്ട് തന്നെ പൂജ ചെയ്യിപ്പിക്കുന്നുണ്ട്, പാവം. അപ്പോ നോക്കിയോ, വസ്തുതസ്തു ദേവതാത്മഭാവോ ജ്ഞാനദ്വാര മോക്ഷ. ഇതെങ്ങനെയാണ് ജ്ഞാനദ്വാര മോക്ഷ സാധനം? നോക്കിക്കോ. അതായത് സമുച്ചയമായിട്ട് ചെയ്താൽ എവിടെ എത്താം? ഈ ഒരു കാര്യത്തിന് പല അഭിപ്രായ വ്യത്യാസം വരും. അതായത് അഹംഗ്രഹ ഉപാസനയോട് ചെയ്തവൻ മുക്തനാവുന്നു എന്നുള്ളൊരു ഭാഗമുണ്ട്. മറ്റുള്ളവർ തിരിച്ചു വരും. ആര്? പഞ്ചാഗ്നി വിദ്യ കൊണ്ട് ഹിരണ്യഗർഭലോകം പോയവൻ തിരിച്ചു വരും. ശരിക്കും പഞ്ചാഗ്നി വിദ്യ കൊണ്ട് ഹിരണ്യഗർഭലോകം പോകാനായിട്ട് സൂത്രമില്ല. പിന്നെ എങ്ങനെയാ ഭാഷ്യകാരൻ അങ്ങനെ മാറ്റം പറഞ്ഞത്? അത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, മന്ത്രമുണ്ട്, മന്ത്രത്തിന്റെ ബലം കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മാനിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. പഞ്ചാഗ്നി വിദ്യാസ്ഥലത്ത് ഒരഗ്നിയും അഗ്നിയല്ല, അനഗ്നിയിലെ അഗ്നികൽപ്പനയാണ്. അതിന്റെ ഫലമായിട്ട് എത്തിച്ചേരുന്നത് ഹിരണ്യഗർഭലോകത്താണ്. പക്ഷെ അവർക്ക് ഉപദേശമൊന്നും കിട്ടത്തില്ല, അവർ തിരിച്ചു വരും. ആരാണോ അഹംഗ്രഹ ഉപാസന നടത്തിയത് അവരെത്തിച്ചേരും. ഇത് രണ്ടാമത്തെ വികല്പമാണ്. എന്ത് പറയുന്നത്? കർമ്മസഹിത ഉപാസന നടത്തിയാൽ അത് ഹിരണ്യഗർഭലോക പ്രാപ്തി വഴി മുക്തിക്ക് കാരണമാകുന്നു. അതുകൊണ്ടാണ് ജ്ഞാനദ്വാര. ജ്ഞാനം എവിടെ കിട്ടും? ഹിരണ്യഗർഭം മുക്തനാകുമ്പോൾ. അതായത് ഹിരണ്യഗർഭ ലോകത്ത് പോയിട്ടുണ്ടെങ്കിൽ ഹിരണ്യഗർഭനെ ഉപദേശിക്കും. അതല്ല, ഈ ഉപാസനയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ, കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ എന്ത് ചെയ്യേണ്ടിയിട്ടാണ്? നിഷ്കാമമായിട്ട് ചെയ്യാനാന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ നിഷ്കാമമായിട്ടാണ് കർമ്മ ഉപാസന അനുഷ്ഠിച്ചതെങ്കിൽ അത് അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാവും. ആ വ്യക്തി ശ്രവണാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനോത്പത്തിക്ക് സഹായകമായി മാറും. ദേവതാനുഗ്രഹത്തെയൊക്കെ നമ്മൾ ജ്ഞാനോത്പത്തിക്ക് സഹായക ഘടകങ്ങളായി മാനിക്കുന്നുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം, ഇതിനൊക്കെ ആയിട്ട് പ്രത്യേക സൂത്രമുണ്ട് ബ്രഹ്മസൂത്രത്തിൽ ലാസ്റ്റില്. പക്ഷെ തൈത്തരീയത്തിൽ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഈശ്വരാനുഗ്രഹാദേവ ജ്ഞാനോത്പത്തി രീതിന. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനോത്പത്തി ഉണ്ടാവൂ എന്നില്ല. ശ്രവണമനന നിധിധ്യാസനം ബ്രഹ്മചര്യാദീനാഞ്ച അന്തരംഗ സാധനത്വാ എന്ന് പറയും. ശ്രവണമനന നിധിധ്യാസനം ബ്രഹ്മചര്യാദികൾ ജ്ഞാനത്തിന്റെ വളരെ തൊട്ടടുത്തിരിക്കുന്ന കാരണമാകുന്നു. അതുകൊണ്ട് നേരിട്ട് ജ്ഞാനം കിട്ടും. പിന്നെയും ബ്രഹ്മസൂത്രം ചോദിക്കുന്നുണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവുമെങ്കിൽ പിന്നെ സന്യാസാദികൾ എന്തിനാ, ശ്രവണാദികൾ എന്തിനാ? എന്നാലും പറയും അത് പരമ്പരയിൽ സന്യാസികൾക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ളതാകുന്നു. ബാക്കിയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിക്കൊള്ളും. കാരണം ഈശ്വരാനുഗ്രഹം കിട്ടണമെങ്കിലേ അതിനുമായിട്ടുള്ള കാരണം കയ്യിലുണ്ടെങ്കിലല്ലേ ഉള്ളൂ. അല്ലാതെ ഫേവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ പ്രത്യേക ആൾക്കാർ. നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ നിഷ്പക്ഷനായിട്ടിരിക്കും. ബ്രഹ്മണ സഹതേ സർവേ സംപ്രാപ്തേ പ്രതി സഞ്ചരേ പരസ്യാന്തേ കൃതാത്മാനഃ പ്രതിശന്തി പരം പദം ഇതി ബ്രഹ്മലോകഗതാനാം ബ്രഹ്മണ സഹൈവ മോക്ഷശ്രവണാത്.
ബ്രഹ്മണ സഹ, ഇതാരാ ബ്രഹ്മ? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭനോട് കൂടെ തേ സർവേ, അവരെല്ലാവരും എപ്പോഴാ? പ്രതിസഞ്ചരെ സംപ്രാപ്തെ. പ്രതിസഞ്ചരം എന്ന് പറഞ്ഞ പ്രളയം, പ്രളയകാലത്തോടുകൂടി ബ്രഹ്മത്തോട് കൂടെ, ഹിരണ്യഗർഭനോട് കൂടെ എന്നാ. അതുകൊണ്ട് ഹിരണ്യഗർഭന്റെ അവാന്തര പ്രളയ സ്ഥലത്ത്, അങ്ങനെ ഉറങ്ങാൻ പോകുന്നവരുടെ പ്രളയം ഉണ്ടല്ലോ, അങ്ങേരുടെ ദിനത്തിന്റെ പ്രളയം അവിടെ സംഭവിക്കത്തില്ല. കാരണം ഹിരണ്യഗർഭനോട് കൂടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അന്നപ്പോൾ പ്രാകൃത പ്രളയ സമയം വരെ വരും. പരസ്യ അന്തേ, പരന്റെ അന്തത്തിൽ. പരനാരവിടെ? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ നഷ്ടപ്പെടുവോ? ഹിരണ്യഗർഭൻ നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? പ്രളയമാണ്. ശരി, പ്രാകൃത പ്രളയമാണ്. ആ പ്രാകൃത പ്രളയത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്നാ ചോദിച്ചത്. എല്ലാം ലീനമായി പോകും. എങ്ങോട്ട്? ഇങ്ങോട്ട് ലീനമാവും. ബ്രഹ്മത്തിലല്ലേ ലയിക്കുക? ബ്രഹ്മത്തിൽ ലീനമാവാൻ പറ്റുമോ? ജഡം എങ്ങനെയാണ് ചേതന ലീനമാവുന്നത്? ബ്രഹ്മം തന്നെ അല്ലേ? ഭക്ഷണിയിലേക്കാണ്. ബ്രഹ്മം തന്നെയാണ് ജഗത്തിലെ. ജഗത്താവുന്ന സ്ഥിതിക്ക് പിന്നെ എങ്ങനെ ലീനമാകാതെ പോകും? വ്യാവഹാരികമായിരിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് ചോദിച്ചാല് പാരമാർത്ഥികമായിട്ട് പറയും. പാരമാർത്ഥികമായത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവഹാരികത്തെ കുറിച്ച് പറയും. അല്ല, ലീനമായത് പോലെ എന്ന് പറഞ്ഞാ പോരെ സ്വാമി? അല്ല, ഇവിടെ വ്യാവഹാരികമായിട്ടുള്ള കാര്യം വ്യാവഹാരമായിട്ട് ഉത്തരം പറ. ഈശ്വരന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യയിൽ പോയി ലീനമായിട്ടിരിക്കും. രണ്ടു വിധത്തിലെ ലയം ഉണ്ട് മക്കളെ. അതായത് നിങ്ങൾക്ക് ഈ ബൃഹദാരണ്യകത്തിൽ ചിലപ്പോൾ തുടക്കത്തിൽ കാണുന്നത് ഹിരണ്യഗർഭനിൽ നിന്നുള്ള സൃഷ്ടിയാണത്. ठीक. ചിലപ്പോൾ ഇതങ്ങോട്ട് പോകും, ഈശ്വരിലേക്ക് പോകും. ഈശ്വരിലേക്ക് പോകുമ്പോൾ അവിടെയും രണ്ട് രീതിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഹിരണ്യഗർഭൻ അങ്ങേരുടെ ഒരു ദിവസം ലീനമായാലും പോകുന്നുണ്ട്, അങ്ങേര് തീർന്നാൽ ഇത് മൊത്തം കയറിയിട്ട് അങ്ങോട്ട് പോകും, ഈശ്വരോപാധിയിലേക്ക് കയറും. ആ ഈശ്വരോപാധിയിൽ ഈ വസ്തുക്കളൊക്കെ ഉണ്ടോ ഇല്ലയോ? ഇല്ല. ആഹാ. അങ്ങനെയല്ല സ്വാമിജി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാം. നിങ്ങളോട് ആരും പ്രത്യേകിച്ച് നിങ്ങളുടെ സിസ്റ്റം ഉണ്ടാക്കാൻ പറഞ്ഞു? വിദ്യ ഉപാസകൻ അപ്പോഴവിടെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അങ്ങേരെ എന്തുകൊണ്ട് ഹിരണ്യഗർഭന്റെ കൂടെ ലീനമായി പോകുന്നില്ല? ഹിരണ്യഗർഭന്റെ ശരീരം നഷ്ടപ്പെടുന്ന സമയത്ത് ഈ കാണുന്ന ജഗത്ത് മൊത്തം ഈശ്വരന്റെ ഉപാധിയായിരിക്കുന്ന അവിദ്യയിൽ പോയിട്ട് ലീനമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ നഷ്ടപ്പെടത്തില്ല, അസ്തിത്വം നിലനിർത്തും. പക്ഷേ എന്തില്ല? അഭിവ്യക്തമായിരിക്കുന്ന നാമരൂപങ്ങൾ ഉണ്ടായിരിക്കത്തില്ല. നാമരൂപം എന്നുള്ളതാണ് ഈ ജഗത്ത്. ഈ ജഗത്ത് അനഭിവ്യക്ത നാമരൂപത്തിൽ അവിദ്യയിൽ ലീനമായിട്ടിരിക്കും. അപ്പൊ ജഗത്തിരിക്കുകയോ? അല്ല, അനഭിവ്യക്ത രൂപത്തിൽ ജഗത്തിരിക്കും, അഭിവ്യക്ത രൂപത്തിൽ ഇരിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ച ജഗത്തിരിക്കുമെന്ന്. ഇരിക്കും. ജഗത്തിരിക്കും. അപ്പൊ ഉള്ള ജഗത്തിനാണോ ഉണ്ടാക്കുന്നത്, ഇല്ലാത്ത ജഗത്തിനാണോ ഉണ്ടാക്കുന്നത്? ഉള്ള ജഗത്തിനെ തന്നെ ഉണ്ടാക്കുന്നു. കുലാലൻ ഉള്ള ഘടത്തിനെ ഉണ്ടാക്കുന്നത്, ഇല്ലാത്ത ഘടത്തിനാണ് ഉണ്ടാക്കുന്നത്? ഉള്ള ഘടത്തിനുണ്ടാക്കുന്നു. ഘടം ഉണ്ടായിരുന്നത് മണ്ണില് ഘടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. മണ്ണിൽ വെള്ളം ഒഴിച്ചു വെച്ചുകൂടായിരുന്നു? മണ്ണിൽ ഘടം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ രൂപം വേണമല്ല, പിന്നെ ഒരു ആകാരം വേണ്ടേ, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയ സ്വാമിജി. അപ്പൊ ആകാരമാവുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താ? അതിനൊരു അഭിവ്യക്തത വരും. അർത്ഥക്രിയക്ക് യോഗ്യമാവുക എന്നുള്ളതാണ്. വെള്ളം നിറച്ചു വെക്കാൻ യോഗ്യമാവുക എന്നുള്ളതാണ് സ്ഥൂല രൂപത്തിലേക്ക് വരിക എന്നുള്ളത്. അഭിവ്യക്തമാക്കുക എന്നുള്ളത്. അനഭിവ്യക്താവസ്ഥയിലും ഘടം അവിടെ ഉണ്ട്. സത്കാര്യവാദികളാണ് നമ്മൾ. എപ്പോൾ? നമ്മുടെ സ്വഭാവം തെളിയിക്കുന്നത് വരെ സത്കാര്യവാദികളാണ്. നിങ്ങളുടെ സ്വഭാവം എന്താ? നിങ്ങളുടെ വേദാന്തികൾക്ക് ഒരു 4 സ്വഭാവം ഉണ്ടല്ലോ അവസാനം പറയുന്നത്, എല്ലാം മിഥ്യയാണ്. അനിർവചനീയവാദം കൊണ്ടുവരുന്നത് വരെ സത്കാര്യവാദത്തെ ആശ്രയിച്ചിട്ട് പോകും. ഈ അനിർവചനവാദത്തിലും സത്കാര്യവാദവും ഇല്ലേ വെച്ച് കഴിഞ്ഞാൽ ആണ്. ഇതില്ലേ വ്യത്യാസം എന്താ? സത്കാര്യവാദിയായിരിക്കുന്ന അനിർവചനവാദിയും സത്കാര്യവാദിയായിരിക്കുന്ന സത്കാര്യവാദിയും തമ്മിൽ, അതായത് സാഖ്യയോഗത്തിലെ സത്കാര്യവാദവും നിങ്ങളെ സത്കാര്യവാദവും തമ്മിൽ വ്യത്യാസം എന്താ? സാഖ്യൻ ഈശ്വരനെ മാനിക്കുന്നില്ല. അപ്പൊ ഞാനതിന് ഈശ്വരനെ ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ച സാഖ്യന്റെ സത്കാര്യവാദവും വേദാന്തിയുടെ സത്കാര്യവാദവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ്. അതിന് ഉത്തരം പറയാണ് സാഖ്യൻ ഈശ്വരനെ മാനിക്കുന്നില്ലല്ലോ. എന്താണ് ഈശ്വര? പറയത്തില്ല അല്ലേ? നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയത്തുമില്ല. പഴയ ക്ലാസ് ഏതെങ്കിലും കേട്ട് പഠിച്ചാൽ മതി. സാഖ്യം പ്രകൃതി പുരുഷ അയ്യോ, ഞാൻ ചോദിച്ചിട്ടില്ല അത്. ഇവിടെ ഐക്യമാണ്. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല കാര്യം. ഞാൻ ചോദിച്ചത് വേറെ എന്തോ, നീ കേട്ടത് വേറെ എന്തോ. അവൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലേ. അതുകൊണ്ട് നമുക്ക് ഇവിടത്തെ കാര്യങ്ങൾ തന്നെ നോക്കാം. പറഞ്ഞുതരാം സ്വാമിജി. ഒന്നും കൂടിയൊക്കെ പറഞ്ഞു തരണൂടെ? ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ അത് ഈ ഭാഗം എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. നിങ്ങൾക്കാണിത് ജോലി. അതായത് സാഖ്യ സിദ്ധാന്തത്തിനനുസരിച്ച് സത്ത്
എല്ലാ കാലത്തും ഉള്ള സത്താണ്. അവിടെ ഉള്ളത് രണ്ട് വസ്തുക്കൾ തന്നെ രണ്ട് വിധത്തിൽ, അതായത് നിത്യവസ്തുക്കൾ തന്നെ രണ്ട് വിധത്തിൽ പെരുമാറും. ഒന്ന് കൂടസ്ഥ നിത്യവും മറ്റൊന്ന് പരിണാമി നിത്യയുമാണ്. പ്രകൃതി പരിണമിക്കും, പക്ഷെ നിത്യയാണ്. കൂടസ്ഥൻ ആത്മാ, അതായത് പുരുഷൻ പരിണമിക്കാത്ത നിത്യസ്വരൂപനാണ്. മനസ്സിലായോ? ഇത് അവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഇത് പലതും ബൗദ്ധൻ പറയുന്നത് പോലെ, ബൗദ്ധൻ പറയുന്ന പലതും ബൗദ്ധന്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ മനസ്സിലായെന്ന് വെച്ചാൽ, കാരണം തലേമാരുടെ സ്ഥാനം പറഞ്ഞു. ഇതേപോലെ പരിണമിച്ച കഴിഞ്ഞാൽ ഇങ്ങനെ നിത്യാവോ എന്ന് പറഞ്ഞ് ഉഭയൻ അഭയൻ ധർമ്മോ വികരോചിത ധർമ്മിണെന്നാ. ധർമ്മത്തിന് മാറ്റം സംഭവിച്ചാൽ പോലും ധർമ്മിക്ക് വികാരം സംഭവിക്കും, പരിണമിക്കും. പിന്നെ ധർമ്മിക്ക് പരിണാമം നടന്നു കഴിഞ്ഞാൽ പരിണമിക്കത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാന്നുള്ളതാണ്. അതായത് ആ പ്രധാനത്തിൽ നിന്നാണ് മഹത്തത്വ അഹങ്കാരം, തന്മാത്ര എന്നും സ്ഥൂലഭൂതങ്ങൾ എന്നും പറഞ്ഞുണ്ടാവുന്നത്. എന്നിട്ടും നിത്യമാണ് പോലും, നഷ്ടപ്പെടാത്തത് കൊണ്ട്. സ്വരൂപത്തിൽ നാശമില്ല, മാറിക്കൊണ്ടിരിക്കും അവൻ, അതുകൊണ്ട് നിത്യമാണ്. നിങ്ങളുടെ പുരുഷനിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പ്രകൃതി കൽപ്പിതമാണ്. പിന്നെന്തിനാ നിങ്ങൾ സത്താണെന്ന് പറഞ്ഞത്? അത് ഞങ്ങൾ അസത്കാര്യവാദിയായിരിക്കുന്ന ബൗദ്ധനെ തട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊക്കെ സംക്ഷേപചാര്യത്തിന്റെ ടീക്കയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി? അനിർവചനീയ വാദസ്ഥലത്ത് നമ്മൾ സത്തെന്ന് മാനിക്കുന്നത് അനിർവചനീയമായിരിക്കും സത്താണ് എന്ന് പറയുന്ന അർത്ഥം സാങ്കേന്മാര് മാനിക്കുന്ന പോലെ നിത്യമായിരിക്കും സത്തല്ല. ശരിക്കേ? അനിർവചനീയ സത്തായതുകൊണ്ട് അസത്തല്ല എന്നേ ഉള്ളൂ, നിത്യാസത്താണത്. എന്ന് പറഞ്ഞാല് ഇല്ല എന്നല്ല, ഉണ്ട്. എന്നാൽ ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കയറിൽ സർപ്പുണ്ടോ? ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ കാണുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നാ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെന്ന് പറയേണ്ടി വരും. ഇതേപോലെ ഒരു വസ്തു ആയതുകൊണ്ടാണ് ഞങ്ങൾ അനിർവചനം എന്ന് പറയുന്നത്. അപ്പൊ നീട്ടിയൊക്കെ നോക്കിയോ? ലോകപ്രാപ്തിസ്തു സംപ്രാപ്തി പരസ്യാന്തി കൃതാത്മന പ്രവിശന്തി പരമ്പതം. ആ ഹിരണ്യകർമ്മന്റെ അവസാനത്തോടുകൂടി ഈ ഉപാസന നടത്തി അവിടെ എത്തിയിരിക്കുന്ന, ഏത് സമുച്ചയം നടത്തി അവിടെ എത്തിയിരിക്കുന്ന ആൾക്കാർക്ക് മോക്ഷം കിട്ടും എന്നുള്ള രീതിയിലാക്കി ഈ മന്ത്രത്തെ. മനസ്സിലായോ? ലോകപ്രാപ്തിസ്തു. ഇനി കേവല കർമ്മം നടത്തിയ കേവല ഉപാസന നടത്തിയാലുള്ള ലോകപ്രാപ്തിയിൽ എന്ത് സംഭവിക്കും? ഭോഗമാത്ര സാധനമിത്യേവ ഭേദ. അവിടെ ഭോഗം നടത്താം എന്നല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചു വരണം. ഏതുപോലെ? പഞ്ചാഗ്നി വിദ്യാവാൻ പോയതുപോലെ. നോക്കണം, ഉപാസകൻ പോലും തിരിച്ചു വരേണ്ട ഗതികേട് എത്തുന്നത് മനസ്സിലായോ? അതെന്തുകൊണ്ടാ? കേവല ഉപാസന നടത്തിയത് കൊണ്ട്. തഥാച സകാമ കർമ്മ ഉപാസനയെ നിന്ദിത്വ, കാമനോടുകൂടി ചെയ്യുന്ന കർമ്മത്തെയും കാമനോടുകൂടി ചെയ്തിരിക്കുന്ന ഉപാസനയും നിന്ദിച്ചിട്ട് നിഷ്കാമത്തത് സമുച്ചയോ അത്ര വിധീയത ഇതി മന്തവ്യം. നിഷ്കാമമായിരിക്കുന്ന തയോ സമുച്ചയം തത്സമുച്ചയം, നിഷ്കാമമായിരിക്കുന്ന കർമ്മജ്ഞാന സമുച്ചയമാണ് ഇവിടെ വിവക്ഷിതമായത്, ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിക്കൊള്ളണം. സകാമ നിഷ്കാമയോരേവ തയോർ ഭോഗ മോക്ഷഹേതുത്വാത്. സകാമമായിട്ട് ചെയ്താൽ ഭോഗഹേതു, നിഷ്കാമമായിട്ട് ചെയ്താൽ മോക്ഷഹേതു എന്ന് മനസ്സിലായിക്കൊള്ളുക. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജ്ഞാനകാണ്ഡേച്ച അത്ര ജ്ഞാന സാധന കർമ്മ ഉപാസനയോരേവ വിധാതും അർഹത്വാദിതി. ജ്ഞാനകാണ്ഡത്തിൽ ജ്ഞാനത്തിന് അനുകൂലമായിരിക്കുന്ന കർമ്മത്തെ ഉപാസനയല്ലേ വിധാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയുള്ള കർമ്മമായിരിക്കും? നിഷ്കാമം. എങ്ങനെയുള്ള ഉപാസനയായിരിക്കും? നിഷ്കാമം. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ നിഷ്കാമമായിട്ട് ഒരു കർമ്മമോ ഒരു ഉപാസനയോ പോരായിരുന്നോ? ആ ചോദ്യത്തിന് ഉത്തരവിടില്ല. മറ്റു സ്ഥലത്ത് അത് ഹാന്ന് പറയേണ്ടി വരും. സകാമ നിഷ്കാമയോ നനു നിഷ്കാമാനുഷ്ഠാനസ്യ മോക്ഷഹേതുത്വേ. ആ ചോദ്യം വന്നു. നിഷ്കാമാനുഷ്ഠാനം മോക്ഷഹേതുവാണെങ്കിൽ അവിടെ ഏതും ഒന്ന് ചെയ്താൽ പോരായിരുന്നോ? ഏകൈകസ്യാവി തഥാ അനുഷ്ഠാനം പരമ്പര മോക്ഷപര്യവസായി. ഏകമായി ചെയ്യുന്നത് പോലും തഥാനുഷ്ഠാനം പരമ്പരയാ മോക്ഷപര്യസായി. പരമ്പര ഉദ്ദേശിച്ചത് ഏകൈകസ്യാവി തഥാനുഷ്ഠാനം. തഥാനുഷ്ഠാനം എന്നുള്ളത് കാമരഹിതനായിക്കൊണ്ട് കേവല കർമ്മത്തെ അനുഷ്ഠിച്ചാലും ജ്ഞാനത്തെ അനുഷ്ഠിച്ചാലും പരമ്പരയ എന്ന് പറയുന്ന ജ്ഞാന അന്ധകരണ ശുദ്ധിദ്വാര മോക്ഷപര്യവസായിയേവ. മോക്ഷത്തിൽ പര്യവസാനം നേരിടുമല്ലോ. ഭവിഷ്യതീതി. ഇങ്ങനെ വരുമെന്നിരിക്കെ സമുച്ചയ വിധാനം അഫലമേവേദി. പിന്നെ സമുച്ചയത്തിന്റെ ആവശ്യമില്ലല്ലോ. നിഷ്കാമമായിട്ട് കർമ്മം ചെയ്താലും അന്ധകരണ ശുദ്ധി വഴി ജ്ഞാനത്തിലേക്ക് പോകാം, നിഷ്കാമമായിട്ട് ഉപാസന ചെയ്താലും അന്ധകരണ ശുദ്ധി വഴി ജ്ഞാനത്തിലേക്ക് പോകാം. പിന്നെന്തിനാണ് സമുച്ചയ വിധാനം നടത്തിയത്? അന്നേരം പറയാണ്, സത്വരം ഫലജനന അനുകൂലതയാ സഫലത്വാത്. സത്വരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫലജനനത്തിന് ഫലം കൊടുക്കാൻ അനുകൂലമായതുകൊണ്ട് സമുച്ചയം സഫലമാകുന്നു എന്നർത്ഥം. അതായത് കൊടുക്കേണ്ടത് ഫലം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കിട്ടാനുള്ള കാരണമാണ്. അതായത് നിഷ്കാമമായിട്ട് നിങ്ങൾ കർമ്മം ചെയ്താൽ
അന്ധക്കരണം ശുദ്ധമാവാനുള്ള സമയ വിളംബത്തെ സമുച്ചയത്തോടു കൂടി ചെയ്താൽ കുറച്ച് കിട്ടും. അന്ധക്കരണ ശുദ്ധിയെ കിട്ടത്തുള്ളൂ കേട്ടോ. പ്രമാണം ഉണ്ടെങ്കിലേ ഞാൻ ഉണ്ടാകത്തുള്ളൂ. അത് രണ്ടു വിധത്തിലാവാം. ഇവിടെ പ്രമാണത്തിൽ അനുഷ്ഠാനം ഉണ്ടായിരുന്നെങ്കിൽ അവന് പ്രമാണത്തിൽ നിന്ന് ഞാൻ ഉണ്ടായേക്കാം. ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഹിരണ്യഗർഭലോകത്ത് കിട്ടാം. ഇനി ഇവിടെ ഇപ്പോൾ പ്രമാണത്തിൽ അനുഷ്ഠാനം ഇല്ലെങ്കിൽ പോലും ജ്ഞാന ഉപാസന സമുച്ചിത കർമാനുഷ്ഠാനം നടത്തിയാൽ ഹിരണ്യഗർഭ ലോകത്തിലെത്തിയിട്ട് അവിടുന്ന് ഹിരണ്യഗർഭന്റെ ഉപദേശം വഴിയും ജ്ഞാനം കിട്ടി മുക്തനാവാം. ഏകൈക അനുഷ്ഠാനേ ഹി വിലംബേന ഫലം. ഒറ്റന് മാത്രം ചെയ്താൽ വിലംബം നേരിട്ടിട്ട് ഫലം. സമുച്ചയനതു സദ്യേവ. സമുച്ചയം നടത്താൽ പെട്ടെന്ന് തന്നെ. സമുച്ചയന മലവിക്ഷേപയോർ യുഗപത് അപാകരണാത്. ചിത്തത്തിന്റെ മലവിക്ഷേപങ്ങൾ നേരിട്ട് തന്നെ നാശ പ്രാപിക്കും സമുച്ചയാനുഷ്ഠാനം നടത്തിയാൽ. ഏകേകതസ്തു ക്രമേണത്യലം. ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ ക്രമത്തിലേ കിട്ടത്തുള്ളൂ എന്നർത്ഥം. ഫലം വിസ്താരം കൊണ്ട് ഫലമില്ല, ഞങ്ങൾ പിന്മാറുന്നു എന്നർത്ഥം. ഇനി ഭാഷ്യം തന്നെ നോക്കിയോ. തദ് അമൃതമുച്യതേ യദ് ദേവതാത്മഗമനം. ദേവതാ ശരീരപ്രാപ്തിയാണ് അമൃതമായിട്ട് മാനിക്കുന്നത്. ഏതല്ല? ദേവലോകപ്രാപ്തിയല്ല. ദേവലോകപ്രാപ്തിയല്ല. അപ്പോൾ വിദ്യാമൃതം അശ്നുതി എന്നുള്ള സ്ഥലത്ത് അമൃതത്വം എന്താണ്? ദേവത്വപ്രാപ്തി, അത് ലോകപ്രാപ്തി. ടിപ്പണി ഇല്ലെങ്കിൽ ഇത്രയും ഐഡിയ കിട്ടത്തില്ല. അയച്ചോ. നാനു അമൃതം നാമ പീയൂഷ അപരപര്യായം നാഹിനാം പേയം കിമപി ദ്രവ്യം പ്രസിദ്ധം. ഈ അമൃതം എന്ന് പറഞ്ഞതേ നമ്മുടെ ആ അമൃതമല്ലേ? ഏതമൃതം? സ്വർഗത്ത് കിട്ടുന്ന ആ അമൃതമല്ലേ ഉദ്ദേശിച്ചത്? അമൃതം നാമ, അമൃതം എന്ന് പറഞ്ഞാൽ പീയൂഷം എന്നുള്ള അപരനാമത്തോട് കൂടിയിരിക്കുന്നേ. നാഗം എന്ന് പറയുന്നത് അർത്ഥം നാഗം, സ്വർഗം. നാഗി ആരാ? സ്വർഗത്തിലുള്ള ആളെയാണ് നാഗി എന്ന് പറയാ. ശരിയേ? നാഗിനാം തേഷാം ഷഷ്ടി ബഹുവചനം. സ്വർഗത്തിലുള്ള ദേവന്മാരുടെ പേയമല്ലേ, കുടിക്കുന്ന ദ്രവ്യമല്ലേ അത്? കിമപി ദ്രവ്യം, ഇങ്ങനെയല്ലേ പ്രസിദ്ധം. ദേവതാത്മഭാവസ്തു ന അമൃതത്വനെ പ്രസിദ്ധ. ദേവതാത്മഭാവം അമൃതമായിട്ട് എവിടെയും പ്രസിദ്ധമല്ലോ, അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? കഥം പ്രസിദ്ധം അപഹായ അപ്രസിദ്ധം ഉച്ചത്. പിന്നെ ഞങ്ങൾ പ്രസിദ്ധമായിരിക്കുന്ന ഈ അമൃതം എന്നുള്ള കുടിക്കുന്ന പേയത്തെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ദേവതാ ശരീരപ്രാപ്തി എങ്ങനെയാണ് അമൃതമായിട്ട് പറയുന്നത്? ശാസ്ത്ര പ്രസിദ്ധത്വാത് നൈവമിത്യ അഭിപ്രേത്യാഹ. ഇനി സിദ്ധാന്ത ഉത്തരം പറയാണ്, ശാസ്ത്രപ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധം അല്ലെങ്കിലും. അതെങ്ങനെയാ? തദ്ധി, ഇതാണ് നമ്മൾ ഭാഷത്തിൽ കാണുന്നത്. തദ്ധ്യമൃതം ഉച്ചതേ ദേവതാത്മഗമനം എന്ന. ദേവതാത്മഗമനം എന്ന ദേവതാ ശരീരപ്രാപ്തിയാണ് അമൃതത്വം. അതെവിടുന്ന് കിട്ടി? ഇനി ടിപ്പണി നോക്കിക്കോ. മൃത്യോർമ അമൃതം ഗമയ ഇത്യാദേർ ദേവതാത്മഭാവ ഏവ അമൃതത്തെ ഉച്ചതേ. അവിടെ 3 ഘട്ടമുണ്ട്. അസതോമ സദ്ഗമയ. അസത്തിൽ നിന്ന് മക്കളെ സത്തിലേക്ക് പോട്ടെ തള്ളിവിട് സത്തിലേക്ക്. ഇതിന്റെ അർത്ഥം എന്താ? നമ്മുടെ 2 വട്ടം പറഞ്ഞു, കൊണ്ട് ചോദിക്കുക. അസതോമ സദ്ഗമയുടെ അർത്ഥം എന്താ? വേഗം പറ ആരെങ്കിലും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ. അത് തന്നെ. നമ്മൾ കൂരി ഇരുട്ടിലായിരിക്കും. ഈ ലൈറ്റ് പോന്നാലേ ചില സമയത്ത് KSEB ആണെങ്കിൽ തീർത്തുമില്ല. അപ്പോൾ സ്വന്തം ഇതുണ്ടല്ലോ, ഏത് പവർ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞാല് ഈ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സോളാർ പാനലെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ എമർജൻസി വെക്കുക, അല്ലെങ്കിൽ ചൂട്ടെങ്കിലും വെച്ച് കത്തിച്ചിട്ട് സംഭവം വെളിച്ചുണ്ടാക്കണം. ഇതല്ല ഇതിന്റെ അർത്ഥം? നിഗമനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്. അങ്ങനെയാണോ? അത് താഴെ വേറൊരു മന്ത്രം വരുന്നില്ല. ഞാൻ ചോദിച്ച അസതോമ സദ്ഗമയാണ്. തമോസോമ ജ്യോതിർഗമയ അവിടെ കിടട്ടെ. അസതോമ സദ്ഗമയ. നമ്മളെ ഗുരുക്കന്മാർ സ്ഥിരം അടിക്കുന്ന സാധനമല്ലേ ഇത്? മകളെ അസത്തിൽ നിന്ന് സത്തിലേക്ക് പോട്ടെ. അസത്തിൽ നിന്ന് അസത്തുക്കളെ നിങ്ങളൊക്കെ സത്താവട്ടെ എന്നാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ സോക്കളുടെ ഗുരുക്കന്മാർക്ക് ഇത് അറിയാമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അക്ഷരജ്ഞാനമുള്ള നിങ്ങൾക്കിത് അറിയത്തില്ലെങ്കിൽ അക്ഷര വിരോധികൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അശാസ്ത്രീയ കർമ്മജ്ഞാനങ്ങളിൽ നിന്ന് ശാസ്ത്രീയ കർമ്മജ്ഞാനത്തിലേക്ക് ഉയർത്തണമേ എന്നുള്ളതാണ് മക്കളെ അസതോമ സദ്ഗമയുടെ അർത്ഥം. ഇനി അടുത്ത എന്താ? തമസോമ ജ്യോതിർഗമയ അല്ലേ? സോറി, അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ. അതിന്റെ അർത്ഥം എന്താ? ആദ്യം എന്താ പറഞ്ഞത്? അശാസ്ത്രീയ കർമ്മജ്ഞാനങ്ങളിൽ നിന്ന് ശാസ്ത്രീയ കർമ്മജ്ഞാനത്തിലേക്ക് ഉയർത്തു. ഇനി രണ്ടാമത്തെ ഘട്ടം, ആ ശാസ്ത്രീയ കർമ്മജ്ഞാനം എന്നുള്ളത് സാധനാരൂപമാണ്. ആ സാധനാരൂപത്തിൽ നിന്ന് അതിന്റെ ഫലരൂപത്തിലേക്ക് ഉയർത്തു. അതിന്റെ ഫലം എന്താ? ദേവതാത്മപ്രാപ്തി. തെറിയുള്ള സാധനത്തിന് അർത്ഥം മനസ്സിലായോ? അപ്പോൾ പരമ്പരയിൽ വെച്ചെന്നാണ് അശാസ്ത്രീയ കർമ്മവും ജ്ഞാനവുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. അവിടുന്ന് തന്നെ ശാസ്ത്രീയ കർമ്മജ്ഞാനവാനാക്കി മാറ്റും. ആ ശാസ്ത്രീയ കർമ്മജ്ഞാനത്തിന്റെ ഫലമായിരിക്കും ദേവതാത്മപ്രാപ്തിയെ തരൂ. ഇതാണ് ഏതിനർത്ഥം? തമസോമ ജ്യോതിർഗമയ. മൃത്യോർമ അമൃതംഗമയ എന്നുള്ളതിന് വേറെ ഒരു അർത്ഥമില്ല. ഇത് രണ്ടും കൂടി സംബന്ധിതമായി കഴിഞ്ഞാൽ മൃത്യോമ അമൃതംഗമയ അർത്ഥം കിട്ടും.
തിരോഹിതമസ്തി എന്ന ഭാഷകാരൻ പറഞ്ഞത്. രണ്ടും കൂടി ചേർത്ത അർത്ഥമേ മൂന്നാമതിനുള്ളൂ. നമ്മളത് മൂന്നാമത്തിന് വേറെ കൊണ്ടുപോകും, അമൃതത്വത്തിലേക്ക് പിടിച്ചു കയറ്റും. അപ്പൊ നോക്കിക്കോ, മൃത്യോർമ അമൃതം ഗമേ ഇത്യാദേർ 1:3 മന്ത്രം ബൃഹദാരണ്യകം. ഇതെല്ലാം നമ്മുടെ ടെലഗ്രാം ക്ലാസ് കിടക്കുന്നുണ്ട്. എത്ര ക്ലാസ് ഉണ്ട്? അത് 400 600 മറ്റോ ക്ലാസ് ഉണ്ട്. അമൃതത്തിന് തഥാച അത്ര ബ്രാഹ്മണം. ഇതിന് വിശദീകരണം കൊടുക്കുന്ന സമയത്ത് ബ്രാഹ്മണ ഭാഗത്ത് എന്ത് പറയും? അമൃതം മാ കുരു വിത്യേതദേവ ആഹേതി, എന്നെ അമൃതത്വ പ്രാപിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനെ വേറെ രീതിയിൽ പറയും, അമൃതത്തിൽ നിന്ന് എന്നെ മാറ്റരുത് എന്നുള്ള അർത്ഥവും ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേദത്തിന്റെ വ്യാഖ്യാന സ്ഥലം കണ്ടാൽ മതി. സായണ ഭാഷ്യം, നാഗിപേയസ്യതു കേവലനാഭി കർമ്മണ ലബ്ധും ശക്യതയാ. നാഗിപേയമായിരിക്കുന്ന അമൃതം വെറും കർമ്മം കൊണ്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് സമുച്ചയ ഫലത്വക്തേർ അസാംഗത്യാത്, സമുച്ചയ ഫലരൂപത്തിൽ അതിനെ ഫലമാക്കി പറയുന്നത് ശരിയല്ല. അനവകാശവേദി ഭാവ, അങ്ങനെ പറയുന്നതിന് അവകാശമേ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ടിപ്പണിയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കിയല്ലോ. നിങ്ങളുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഏത്? കർമ്മോപാസനയുടെ സമുച്ചയം കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉപാസന സമുച്ചയം പഠിക്കാൻ പോവുകയാണ്. അടുത്ത 3 മന്ത്രം ഉപാസന സമുച്ചയം. ഈ കഴിഞ്ഞ 3 മന്ത്രം കർമ്മജ്ഞാന സമുച്ചയം എന്ന് പറയുക ഉപാസന കർമ്മ സമുച്ചയം ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഒരു സമ്പിണ്ഡിതാർത്ഥം എഴുതി പഠിക്കാനെങ്കിലും ശ്രമിക്കുക, അല്ല വെറും കേൾക്കാനായിട്ട് ഇങ്ങോട്ട് വരാതെ. നിങ്ങൾക്കല്ല പഠിക്കേണ്ടത് മക്കളെ, സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഈ ഭാഗത്ത് ജ്ഞാനകാന്ഡമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ല ഉപാസന കാണ്ഡാണോ? ഉപാസന. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇതിന്റെ ക്ലിയർ കട്ട് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എതിർക്കിടാൻ വരും. അതായത് ഉപാസന ചെയ്താലും ചെയ്തില്ലെങ്കിലും ജ്ഞാനം കിട്ടും. കാരണം ഉപാസന കൊണ്ടല്ല ജ്ഞാനം കിട്ടുന്നത്. ഉപാസന ചെയ്ത അന്ധകരണത്തിന്റെ ശുദ്ധിയുള്ളൂ. ഇനി ദേവത ആരാധനാപരോ ഭവെന്ന് ഉദ്ദേശിച്ചതേ അത് ഉപാസന ആയിരിക്കുന്നില്ല. ദേവതയ്ക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുത്താൽ മതി. നിങ്ങൾ ദേവതയുടെ പാർട്ട് നോക്കിയാലേ ദേവത കൊടുക്കൽ വാങ്ങലിന്റെ ആളാ. ബൃഹദാരണ്യകത്തില് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ദേവാ ഇച്ഛന്തി, മനുഷ്യാണ് ഉപരിവർത്തനം. മനുഷ്യന്മാര് ദേവതകളെക്കാൾ ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞ ബ്രഹ്മാകാര വൃത്തിയെ പ്രാപിക്കുക എന്നുള്ളത് ദേവതകൾക്ക് ആഗ്രഹമുള്ള കാര്യമല്ല. അതുകൊണ്ട് ആരെങ്കിലും വേദാന്ത പഠനത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ ബുദ്ധിയിൽ വികല്പം സൃഷ്ടിച്ചിട്ട് പിന്നെ ഇയാളിപ്പോൾ എന്തൊരു വർഷം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക, ഒരു ശാന്തതയൊക്കെ വേണ്ടേ, മെല്ലെയല്ലേ പറയേണ്ടത്. ഓഷ പറയുന്ന പോലെയല്ലേ പറയേണ്ടത്. അല്ലാതെ ഇങ്ങനെയൊക്കെ ചാടിക്കേറി എന്തെങ്കിലും വിളിച്ച് എല്ലാവരും കാണുന്നവരെല്ലാം കണ്ടനവും നടത്തും. ഈ ബ്രഹ്മാകാര വൃത്തിക്ക് ശാസ്ത്രപ്രമാണം അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ ദേവത ഉപാസിച്ചാലും കൊള്ളാം, ഉപാസിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം. ഉപാസന ഇവിടെ പ്രസിദ്ധമേ അല്ല. ഇനി പല സ്ഥലത്ത് നിങ്ങൾക്ക് ഉപാസനയുടെ കൊടൂരം കണ്ടനം കാണാം, ഇഷ്ടം പോലെ. അതും പ്രത്യേകിച്ചും ഇതെന്താ രസം എന്ന് പറഞ്ഞാല് ഇതിലൂടെ ഒരു പാരഡോക്സിറ്റി ഉണ്ട്. ഈ അദ്വൈതികൾ എവിടുന്നെങ്കിലൊക്കെ കേൾക്കും ആരെക്കുറിച്ച്? മധുസൂദന സരസ്വതികളെ കുറിച്ച്. എന്നിട്ട് പറയും, നിങ്ങളുടെ മധുസൂദന സരസ്വതികൾ എന്താ പറഞ്ഞത്? അവസാനം പറഞ്ഞത് കൃഷ്ണ പരം തത്വം കിമപി അഹം ന ജാനേ, കൃഷ്ണനേക്കാൾ പരമമായിരിക്കും തത്വം ഞാനൊന്നും അറിയത്തില്ലേ. പക്ഷെ ഇതിന്റെ വ്യാഖ്യാനം നടത്തിയപ്പോൾ കൃഷ്ണൻ ആരാന്നോ? നമ്മളെ കൃഷ്ണനാരല്ല, ഇത് പരമാത്മാവാണ്. മനസ്സിലായോ? അല്ലാതെ ഓടക്കൊഴിലായിട്ടിരിക്കുന്ന ആളെ കുറിച്ചല്ല പറയുന്നത്. എന്നിട്ട് പറയും കൃഷ്ണനേക്കാൾ പരം ഉണ്ടായെങ്കിലല്ലേ എനിക്കും അറിയാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ അറിയും? എനിക്ക് കയറിനെ അറിയത്തുള്ളൂ, സർപ്പത്തെ അറിയത്തില്ല. കാരണം കയറ് സർപ്പമാണെന്നുള്ള കാര്യം ഞാൻ അറിയത്തില്ല. പിന്നെ എനിക്ക് കയറിനെ സർപ്പമായിട്ട് മനസ്സിലാക്കുക? ഞാനിവിടെ സ്ഥിതിയിൽ വെച്ച് പറയുകയാണേ. അങ്ങനെ പറയുന്ന ആളെ പിടിച്ചിട്ടാണ് ഇവര് പറയുന്നത്, നിങ്ങളെ ആചാര്യൻ തന്നെ പറഞ്ഞില്ലേ കൃഷ്ണനേക്കാൾ പരമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കൃഷ്ണ ഭക്തനാക്കി. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഉപാസന പറഞ്ഞിരിക്കുന്നത്, അതായത് അത് മാത്രമല്ല, ഉപാസകന് വേദാന്ത വിദ്യ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പോലെ എഴുതി കളഞ്ഞിട്ടുണ്ട് ഈ മധുസൂദന സരസ്വതികൾ. നിങ്ങളത് സംക്ഷേപചാരികസിന്റെ ടീക്ക എടുത്ത് നോക്കിയാൽ മതി. സംക്ഷേപചാരികം ഇത്യാദി 2 പുസ്തകമാണ്. അതിൽ ടീക്കയിൽ ഇദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല വാർത്തകാരന്റെ ഇവിടെ 2 വാർത്തികം, 2 പ്രസിദ്ധമായിട്ട് 2 വാർത്തികം, ബൃഹത് വാർത്തികം, തൈത്തരീയ വാർത്തികം. തൈത്തരീയ വാർത്തികത്തിലുണ്ട് ചെയ്ത് കഴിഞ്ഞ് മടുത്താ തിരിച്ചു പോരും പറഞ്ഞിട്ട്. കാരണം ഇതിന്റെ എല്ലാം ഫലം ലോകമാണ്. അപ്പോൾ ഇവിടെ അധികാരി ആരാണ്? വിവേക വൈരാഗ്യം. വൈരാഗ്യം എവിടം വരിക? ഹിരണ്യ ഗർഭലോകം വരെ വൈരാഗ്യം ഉള്ളവനെ അധികാരിയാകത്തുള്ളൂ. അപ്പോഴാണ് നമ്മൾ ബ്രഹ്മസൂത്രം തുടങ്ങുന്നത്. മനസ്സിലായോ? ബ്രഹ്മസൂത്രത്തിന്റെ പ്രസംഗം എന്താ? ശ്രവണത്തിൽ അധികാരി ആരാണ്? ആരധികാരി?
വൈരാഗ്യമുള്ളവൻ. എവിടെ? ലോകങ്ങളിൽ. ശരി, ലോകങ്ങളിൽ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉപാസന ചെയ്യുക? കാരണം ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്ത് എത്തിച്ചേരുന്നത്. ഇതറിയാത്ത ബുദ്ധി സാമർഥ്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചദിശയിലൊരു വചനമുണ്ട്, അത്യന്ത ബുദ്ധിമാന്ദ്യാതുവ സാമഗ്രാവ്യാപ്യ സംഭവാത്. അതുപോലെ ഉപാസനയല്ല പറയുന്നത്. അത്യന്ത ബുദ്ധിമാന്ദ്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം പഠിക്കാനുള്ള ബുദ്ധിക്ക് സാമർഥ്യമില്ല. സാമഗ്ര്യാപാപി അസംഭവാത്, ബുദ്ധി സാമർഥ്യം ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടെങ്കിലും നിൽക്കാൻ സ്ഥലമില്ല. നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അന്നം കിട്ടുന്നില്ല. എന്ത് ചെയ്യും? ठीक അപ്പോൾ അത്യന്ത ബുദ്ധിമാന്ദ്യ അഥവാ സാമഗ്ര്യാപാപ്യ അസംഭവാത് യോ വിചാരണ ലഭത്തെ, ആർക്കാണ് വിചാരം ചെയ്യാൻ പറ്റാത്തത്, ശ്രവണമനോ നിധിധ്യാസനം ചെയ്യാൻ പറ്റാത്തത്. ബ്രഹ്മോപാസീത സോനിശം, അവനോട് പറഞ്ഞതേ ഞാൻ ബ്രഹ്മമാണെന്ന് ഉപാസിക്കാനാണ്, അല്ലാതെ വേറൊരു സാധനം ഉപദേശിക്കത്തില്ല ഇവിടെ വേദാന്തത്തില്. മനസ്സിലായോ? അതായത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും ഞാൻ നിത്യശുദ്ധ ബുദ്ധനായിരിക്കുന്ന പരമാത്മാവാണെന്ന് മാനിക്കുക. നിങ്ങളുടെ ഈശാവാസ്യത്തിലെ രസകരമായ ഒരു പങ്ക്തി അതിന് മുന്നേ നിങ്ങളുടെ 7ാമത്തെ പേജില് 2ാമത്തെ പങ്ക്തി ഒന്ന് ഈശാവാസ്യം നോക്കിയേ. കിം ചോദിക്കും, അതിന് ഉത്തരം പറയാണ്, ഇതം സർവം യത്കിഞ്ച് ജഗത്യാം, യത്കിഞ്ചിത് അർത്ഥം പറയണേ ജഗത്യാം പൃഥ്വിയാം ജഗത് സർവം. അതൊക്കെ പോട്ടെ, ഇനി എന്താ വേണ്ടത്? സ്വേന. സ്വേന എന്ന് പറയുന്ന സ്ഥലത്ത് സ്വരൂപത്താൽ എന്നർത്ഥം. നമ്മൾക്ക് സ്വരൂപത്തെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റുന്നത്? ഞാൻ എന്നുള്ള രീതിയിലല്ലേ. ഈ ഞാനാണോ ജഗത്തിന്റെ, അതായത് ഞാനായിരിക്കുന്ന പരമാത്മാവിനാൽ ഈ ജഗത്തിനെ മൊത്തം മൂടണം എന്നല്ലേ അവിടുത്തെ മന്ത്രത്തിന്റെ അർത്ഥം. അവിടെ നമ്മൾക്ക് തോന്നുന്ന ബുദ്ധി, ഞാൻ എന്നുള്ള ബുദ്ധി എവിടെയായിരിക്കും? ശരീരാദികളിലായിരിക്കും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് സ്വേന ആത്മന. ഇത് ഭാഗം കറക്റ്റാ. പക്ഷെ അടുത്ത വിശേഷണം വെച്ചത് എന്താണ്? ഈശേന എന്ന. താനായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപം എന്തായിരിക്കും? ചെറിയ ഘട്ടം കേട്ടോ, സാമാന്യമായിട്ട് ആർക്കും മനസ്സിലായി, പക്ഷെ ചെറിയൊരു ബിറ്റ് അവിടെയുണ്ട്. സ്വേന ഈശേന എന്ന് പറഞ്ഞാല് താനായിരിക്കുന്ന നിത്യശുദ്ധ ബ്രഹ്മത്താൽ എന്നാ പറഞ്ഞത്. അന്നപ്പോൾ തന്നെ കാണേണ്ടത് ഈ വിശിഷ്ടനായിരിക്കുന്ന ഞാനാണ് ആ ഈശ്വരൻ എന്നല്ല, നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ഞാനാണ് ഈശ്വരൻ. അപ്പോൾ ഞാനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്ത ഈശ്വരനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ജഗത്ത്. അങ്ങനെ ഇരിക്കുന്ന ജഗത്തിനെ ഞാനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കുന്ന ഈശ്വരനാൽ ആച്ഛാദനം നടത്തണം. അതിന്റെ അർത്ഥം എന്താ? സൃഷ്ടിയുടെ കർത്താവ് ആരാണ്? നിത്യശുദ്ധ ബുദ്ധമുക്തൻ. അവൻ ഞാനാണ്. അപ്പോൾ ഞാൻ എന്നുള്ള ബുദ്ധി നമ്മൾക്ക് ഇവിടെ നഷ്ടപ്പെടുത്തണം. ഇവിടെയാണ് അതിന്റെ പോയിന്റ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ എന്നുള്ള ബുദ്ധി ശരീരത്തിലാ. ഇതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരാണ് എന്നുള്ളതിലാണ് വെക്കേണ്ടത്. ഞാൻ കേവല ചൈതന്യം നടത്തെടുക്കും. അന്നപ്പോൾ ഒരു ബിറ്റ് കൂടി അവിടെ വെക്കുന്നുണ്ട്. ആദ്യം അറിയണം ഞാൻ കേവല ചൈതന്യമാണെന്ന്. ഞാനായിരിക്കുന്ന കേവല ചൈതന്യത്തെ മനസ്സിലാക്കിയിട്ട് ആ ചൈതന്യത്താൽ ഈ ജഗത്തിനെ മൂടണം. പലപ്പോഴും പല രീതിയിലായിരിക്കും പല ക്ലാസ്സിൽ വ്യാഖ്യാനം വരിക. പക്ഷെ ഇപ്പം പറഞ്ഞു തരാൻ കാരണം അതിന്റെ ഡീപ്പ് സെൻസിൽ നിങ്ങൾക്കത് മനസ്സിലായിരിക്കണം. അതായത് ഞാൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ കേവലൻ എന്ന അർത്ഥമാണ്. കേവലനായിരിക്കുന്ന ഞാനായിരിക്കുന്ന ശുദ്ധബ്രഹ്മത്താൽ മൂടണം. അപ്പോൾ ഞാൻ എന്നുള്ള ബുദ്ധി തന്നെ ആദ്യം ശുദ്ധബ്രഹ്മത്തിൽ എത്തിക്കണം. അല്ലാതെ ഞാൻ ഇവിടെ വിശിഷ്ടനും പിന്നെ ഒരു ശുദ്ധബ്രഹ്മവും ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ഞാനും അതേപോലെ ഞാനിവിടെ ഒരുത്തൻ പിന്നെ ഈശ്വരൻ ചേർന്നിട്ട് സംഭവം തീർത്തു എന്നല്ലേ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.